ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिबिशाखान्वितंश्च। ये कृष्णा करुणा सिन्धु दीनबन्धो जगत्पदे गोपेश गोपिका कान्द राधा कान्द नमोस्तुते। तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश तारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। ഹരേ കൃഷ്ണ ഹരി ഓം തത്സത്ത്. അടുത്ത ക്ലാസ്സിലേക്ക് ബൈഹാർട്ട് 10-ലെ 8. ഓക്കെ, 10-ാമത്തെ അധ്യായത്തിലെ 8-ാമത്തെ ശ്ലോകം. അഹം സർവസ്യ പ്രഭവോ മത്തഃ സർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്തേ മാം ബുധഭാവാ സമാൻവിതഃ. അഹം സർവസ്യ പ്രഭവോ മത്തഃ സർവം പ്രവർത്തതേ इति मत्वा भजन्ते मां बुद्धभावा समान्वितः. के सावित्री माता जी. हरे कृष्ण. हरे कृष्ण. 10-ലെ 8. हरे हरे कृष्ण. ओम नमो भगवते वासुदेवाय. ओम नमो भगवते वासुदेवाय. ओम नमो भगवते वासुदेवाय. अहम सर्वस्य प्रभवो मत्तः सर्वं प्रवर्तते इति मत्वा भजन्ते मां बुधा भाव समन्विता. हरे कृष्ण. प्रदीप प्रभु. हरे कृष्ण. अहम सर्वस्य प्रभवो मत्तः सर्वं प्रवर्तते इति मत्वा भजन्ते मां बुधा भाव समन्विता. हरे कृष्ण. स्मिता माता जी. हरे कृष्ण. नमो भगवते वासुदेवाय. अहं सर्वस्य प्रभवो मत्तः सर्वं प्रवर्तते इति मत्वा भजन्ते मां भूताद्भावः समन्विताः. ओके, श्यामला माता जी. श्यामला माता जी. ഓക്കെ, മംഗളമാതയ്ക്ക് ട്രാൻസ്ലേഷൻ വായിക്കാൻ പറ്റുമോ? ഇല്ലെങ്കിൽ ഇല്ല. ഓക്കെ, പ്രദീപ് പ്രഭുവിന്റെ ട്രാൻസ്ലേഷൻ വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഭൗതിക ആധ്യാത്മിക ലോകങ്ങളുടെ ഉറവിടം ഞാനാണ്. എല്ലാം എന്നിൽ നിന്നാണ് ഉണ്ടായത്. ഇത് പൂർണ്ണമായി അറിയുന്ന ബുദ്ധിമാന്മാർ എന്റെ സേവനത്തിൽ ഏർപ്പെടുകയും എന്നെ ഉള്ളഴിഞ്ഞ് ആരാധിക്കുകയും ചെയ്യുന്നു. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഭഗവാൻ അർജുനോട് പറയുന്നു, അഹം സർവസ്യ പ്രഭു. ഈ കാണുന്നതും കാണാത്തതുമായ, നമുക്ക് കാണുന്ന ഈ ഭൗതിക ലോകം അല്ലേ, കാണുന്നുണ്ട്, പക്ഷെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പറ്റുമോ? നമ്മൾ കാണുന്നതെല്ലാം അതേപോലെയാണോ? അല്ല. അപ്പൊ നമ്മൾ കാണുന്നുണ്ട്, പക്ഷെ അത് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ കാണുന്നതും പിന്നെ അതിനുമപ്പുറം കാണാത്തതായിട്ടുള്ള ലോകങ്ങളുണ്ട്, ആധ്യാത്മിക ലോകങ്ങൾ. അത് നമുക്ക് നമ്മുടെ കണ്ണിന് കാണാൻ പറ്റില്ല, നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അത് പെർസീവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അങ്ങനത്തെ ഇതുണ്ട്. അപ്പൊ കാണുന്നതും കാണാത്തതുമായ, അതായത് ഭൗതിക തലത്തിലും ആധ്യാത്മിക തലത്തിലുള്ള ഈ സൃഷ്ടിയെല്ലാം എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? എന്നിൽ നിന്നാണ്. മതഃ സർവം പ്രവർത്തത.
ഇതെല്ലാം എന്നിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഇത് എല്ലാം വർക്ക് ചെയ്യുന്നതും എങ്ങനെയാണ്? അതിന്റെ സോഴ്സ് ഇതെല്ലാം എന്നിൽ നിന്നാണ്. ഇതി മധ്വ ഭജന്തേ മാം, ഇത് അറിയുന്ന ആള് ബുദ്ധഭാവ സമാൻവിത, എന്നെ ഭക്തി പുരസ്സരം ഉപാസിക്കുന്നു. ഇതറിയുന്ന, ഈ തത്വം അറിയുന്ന ആൾക്കാർ, അതായത് ഞാനാണ് ഇതിന്റെ സോഴ്സ്, ഞാനാണ് ഇതിന്റെ സൃഷ്ടികർത്ത, ഇതെല്ലാം അറിയുന്നവൻ എന്നെ ഭക്തി പുരസ്സരം ആരാധിക്കുന്നു എന്നാണ് പറയുന്നത്. എല്ലാവർക്കും അറിയില്ല അല്ലേ? ഇപ്പോഴും വലിയൊരു ഡിബേറ്റിന്റെ ഒരു ടോപ്പിക്കാണ് ആരാണ് ഭഗവാൻ എന്നുള്ളത്. ഇപ്പോഴും പല ആൾക്കാരും കൺഫ്യൂഷനാണ്. ചോദിക്കുക, ഒരു ജനറൽ ആയിട്ട് നമ്മൾ എല്ലാവരോടും ചോദിക്കണം ആരാണ് ഭഗവാൻ. ഓരോരുത്തരും ഓരോ ഉത്തരവാദിത്തമില്ല. ഇപ്പോഴും അറിയില്ല. ഭഗവത്ഗീത ഭഗവാൻ തന്നിട്ടുണ്ട്, ഇത് എല്ലാവർക്കും കിട്ടും കോപ്പി. ഇതൊന്നും സീക്രട്ടായിട്ട് വെച്ചിട്ടില്ല അല്ലേ? എല്ലാ ഷോപ്പിലും കിട്ടും ഭഗവത്ഗീത. ഏത് ഷോപ്പിൽ, ബുക്ക് ഷോപ്പിൽ പോയി ചോദിച്ചാലും ഭഗവത്ഗീത ഉണ്ടായിരിക്കും, ഭാഗവതം ഉണ്ടായിരിക്കും, മറ്റ് ഗ്രന്ഥങ്ങൾ ഉണ്ടായിരിക്കും. ഇതൊക്കെ വായിച്ചിട്ടും മനുഷ്യർക്ക് കൺഫ്യൂഷനാണ് ആരാണ് ശരിക്കുള്ള ഭഗവാൻ, ആ ഭഗവാന്റെ പേരെന്താണ്. ഇപ്പോഴും പറയും വിഷ്ണു ആണെന്ന് പറയും, ഭഗവാൻ വിഷ്ണുവിന്റെ അവതാരമാണ് കൃഷ്ണൻ എന്ന് പറയും. ഇത്ര ക്ലിയർ ആയിട്ട് ഭഗവത്ഗീതയിലും മറ്റ് ഗ്രന്ഥങ്ങളിലും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും ഇതിന്റെ ഒറിജിനൽ പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ആരാണെന്ന് വളരെ ചുരുക്കം പേർക്കേ അറിയുള്ളൂ, വളരെ ചുരുക്കം പേർക്കേ അറിയുള്ളൂ. അതാണ് പറയുന്നത് രാജവിദ്യ, രാജഗുഹ്യം എന്ന് പറയുന്നത്. കിങ് ഓഫ് നോളജ് ആണ്, അതേപോലെ കിങ് ഓഫ് കോൺഫിഡൻഷ്യൽ നോളജുമാണ്. ഇത്രയൊക്കെ നമ്മൾ വൈഡ്ലി അവൈലബിൾ ആണ്. ഈ ഗ്രന്ഥങ്ങൾ വൈഡ്ലി അവൈലബിൾ ആണ്, ഒരു റെസ്ട്രിക്ഷൻസ് ഇല്ല. ഇതെല്ലാം വായിക്കുന്നുണ്ട്, ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. എന്നിട്ടും ഒരാളോട് ചോദിക്കുകയാണ് ആരാണ് സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് എന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ വളരെ കുറച്ച് പേർക്ക് അറിയുള്ളൂ. ചില ആൾക്കാർ വട്ടത്തിൽ തിരിഞ്ഞ് അയ്യോ അത് ബുദ്ധിമുട്ടാണ്, ശക്തിയാണ്, അതാണ് ഇതാണ് പറഞ്ഞിട്ട് ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ്. പക്ഷെ വളരെ ചുരുക്കം പേർക്ക് മാത്രമാണ് ഈ ശരിക്കും ഒറിജിനൽ പേഴ്സണാലിറ്റി. ബ്രഹ്മാവ് സ്വയം പറഞ്ഞിട്ടുണ്ട്, ഈശ്വര പരമ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർ ഗോവിന്ദ സർവകാരണകാരൻ. ബ്രഹ്മാവിന് സംശയമില്ല, ബ്രഹ്മാവാണ് ഫസ്റ്റ് ലിവിങ് എനർജി. ആ ബ്രഹ്മാവിന് സംശയമില്ല. ബ്രഹ്മാവ് പറയുന്നുണ്ട്, ശ്രീകൃഷ്ണ ഭഗവാൻ സ്വയം പറയുന്നുണ്ട്, ആചാര്യന്മാർ മുഴുവനും പറയുന്നുണ്ട്. എന്നിട്ടും നമുക്ക് സംശയം, എന്നിട്ടും നമുക്ക് ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല. അപ്പൊ വീണ്ടും ഇവിടെ ഭഗവാൻ അർജുനോട് പറഞ്ഞു കൊടുക്കുന്ന ആം സർവസ്, ഞാനാണ് ഇതിന്റെ എല്ലാം ഉറവിടം, എന്നിൽ നിന്നാണ് ഇതെല്ലാം ഉത്ഭവിക്കുന്നത്. നമുക്കറിയാം ഭഗവാൻ കൃഷ്ണനും വിഷ്ണു തമ്മിൽ അന്തരമില്ല എന്നറിയാം. എങ്കിലും ഹൈറാർക്കിലി എന്താണ് ഒറിജിനൽ ആരാ ചോദിക്കുമ്പോൾ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഈവൻ ബ്രഹ്മാവടക്കം, ബ്രഹ്മാവ്, സുത ഗോസ്വാമി, സുഖദേവ് ഗോസ്വാമി, ഭീഷ്മ പിതാമഹൻ, അങ്ങനെ എല്ലാവരും പറയുന്നത് അവിടേക്ക് തന്നെയാണ്, കൃഷ്ണനാണ് പറയുന്നത്. അതില് ഈവൻ സ്പിരിച്വൽ വേൾഡിൽ വൈകുണ്ഠം ഇതിന്റെ ടോപ്പ് മോസ്റ്റ് പ്ലാനറ്റാണ് ഗോലോകം എന്നും നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട്. അതും ബ്രഹ്മസംഹിതയിൽ ബ്രഹ്മാവ് പറയുന്നുണ്ട്. ചിന്താമണി പ്രകരസമസ്സു കൽപ്പവൃക്ഷ എന്നുള്ള ആ ഇതില് കംപ്ലീറ്റ് സ്പിരിച്വൽ വേൾഡ്, ബ്രഹ്മസംഹിതയിൽ സ്പിരിച്വൽ വേൾഡിനെ പറ്റിയിട്ട് ഗോലോക വൃന്ദാവനെ പറ്റിയിട്ടുള്ള ചിന്തയാണ്. അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ അർജുനോട് വളരെ ക്ലാരിറ്റിയോട് പറയുന്നത് ഞാനാണ് ഇതിന്റെ എല്ലാം ഉറവിടം, ഞാനാണ് ഇതിന്റെ എല്ലാം സ്രോതസ്. ഇത് അറിയുന്നവൻ, ഇത് തത്വത്തിൽ മനസ്സിലാക്കുന്നവൻ എന്നെ ഭക്തി പുരസ്സരം ഉപാസിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് എന്താണ്? ഈ ശ്ലോകത്തിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താണത്? ചതുശ്ലോകിയുടെ ആദ്യത്തെ ശ്ലോകമാണ്. 8, 9, 10, 11 4 ശ്ലോകമാണ്. വളരെ ഇമ്പോർട്ടൻറ്റ് ശ്ലോകം. അതിലത്തെ ആദ്യ ശ്ലോകമാണ്. ഈ 4 ശ്ലോകം നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ഭഗവത്ഗീത ഏകദേശം മനസ്സിലായി. ചതുശ്ലോകി. അപ്പൊ അതില് വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്. ഭഗവാൻ കൃഷ്ണനാണ് ഒറിജിനൽ പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്.
അതുകൊണ്ട് നമ്മൾ നാരായണനെ വിഷ്ണുവിനെ ഒന്നും നമ്മൾ താഴ്ന്ന നിലയിൽ കാണണമെന്നല്ല വരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട, അതായത് ഇവരെല്ലാം ഭഗവാന്റെ തന്നെ എക്സ്പാൻഷൻസ് ആണ്. ബട്ട് ഒറിജിനൽ ഇപ്പൊ നമ്മളൊരു ഒരു റൂമില് 1000 മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാം ഒരേപോലെ പ്രകാശം തരുന്നു. പക്ഷെ എങ്കിലും ആദ്യത്തെ ഒരു മെഴുകുതിരി ഒറിജിനലാണ്. അതിൽ നിന്നാണ് ബാക്കി എല്ലാ മെഴുകുതിരിയും വെളിച്ചം വരുന്നത് അല്ലെ, അതിൽ നിന്നാണ് അത് കത്തിക്കുന്നത്. അപ്പൊ ആ ഒറിജിനൽ എപ്പോഴും ഒറിജിനലാണ്. അതേപോലെ ശ്രീകൃഷ്ണ ഭഗവാനും അദ്ദേഹത്തിന്റെ ഗോലോക വൃന്ദാവനം, അദ്ദേഹത്തിന്റെ പ്ലാനറ്റ് ദ ടോപ്പ് മോസ്റ്റ് എബോർഡാണ്. വൈകുണ്ഠത്തിലെ ഏറ്റവും മുകളിലുള്ള ടോപ്പ് മോസ്റ്റ് എബോർഡാണ്. ആ പ്രേമഭക്തി തരാൻ വേണ്ടിയിട്ടാണ് ചൈതന്യ മഹാപ്രഭു ഇവിടെ വന്നിരിക്കുന്നത്. അതുവരെ ഇപ്പോൾ ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരം വരെ അത്ര ഫ്രീലി ആയിട്ട് ഈ സിദ്ധാന്തം പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. നമ്മുടെ ഗൗഡിയ വൈഷ്ണവ പരമ്പര നമുക്കിത് ഈ ഇൻഫോർമേഷൻ ഉണ്ട്. പക്ഷെ അതുവരെ ചൈതന്യ മഹാപ്രഭു വരുന്നവരെ ഈ ഗോലോക പ്രേമം, ഗോലോകേര പ്രേമധനം അല്ലെ, നാമസംഗീത, ഈ ഗോലോക പ്രേമം ആരും എത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. നാരായണൻ, നാരായണ പര സർവേ അല്ലെ. അപ്പൊ ആ ഒരു വിധത്തിലായിരുന്നു. ചൈതന്യ മഹാപ്രഭുവാണ് നമുക്ക് എല്ലാ രസങ്ങളും തന്നത്. അതുവരെ ഐശ്വര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഭയഭക്തി അല്ലെ, ഓ ആൻഡ് റെവറൻസ്, ഐശ്വര്യഭക്തി, അതായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത് ചൈതന്യ മഹാപ്രഭുവിന്റെ ആ അവതാരം വരെ. ക്ലാരിറ്റി നമുക്ക് കിട്ടിയത് ചൈതന്യ മഹാപ്രഭുവിന്റെ ആണ്. അപ്പൊ അപ്പോഴാണ് ഗോലോക വൃന്ദാവനത്തിന്റെ ആ പ്രാധാന്യം നമുക്ക് കിട്ടിയത്. അത് ഗൗഡിയ വൈഷ്ണവ സമ്പ്രദായത്തിലാണ് പ്രധാനപ്പെട്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള കിട്ടുന്ന ഒരു വിവരണം ഇതിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ബാക്കി വൈഷ്ണവ സമ്പ്രദായം കൂടുതലും വിഷ്ണു അല്ലെങ്കിൽ നാരായണന് ആ തലത്തിൽ മാത്രമേ ഉള്ളൂ. അവിടെ എന്താ ഓൻ റെഫറൻസ് ആണ്. ഓൻ റെഫറൻസ് പറഞ്ഞാൽ ആദരവ്, ഐശ്വര്യം, ആ തലത്തിലുള്ള ഒരു ഭക്തിയാണ്. നമുക്ക് സഖ്യഭക്തിയോ വാത്സല്യഭക്തിയോ മാധുര്യഭക്തിയോ അവിടെ ഇല്ല. പക്ഷെ അത് തെറ്റാണെന്നല്ല പറയണേ. പക്ഷെ അതിലും മീതെയുള്ള ആ ഒരു ഭാവം തരാൻ വേണ്ടിയിട്ടാണ് ചൈതന്യ മഹാപ്രഭു വന്നിരിക്കുന്നത്. അപ്പോൾ ഗോലോക പ്രേമം തരാൻ വേറൊരു സമ്പ്രദായത്തിനും സാധിച്ചിട്ടില്ല ഡീറ്റെയിൽ ആയിട്ട്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് തന്നത് ചൈതന്യ മഹാപ്രഭുവിന്റെ ആ അവതാരത്തിന് ശേഷമാണ്. അപ്പൊ അതാണ് ഇതിന്റെ മഹത്വം. സോ അഹം സർവസ്യ പ്രഭവോ മതഃ സർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്തേ മാം ബുദ്ധഭാവ സമാൻവിത. അപ്പൊ ആ ഗോലോക വൃന്ദാവനത്തിലെ ഐശ്വര്യഭാവത്തിലല്ല ഭഗവാൻ. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, ഇവിടെ ഭൗതിക ലോകത്തിലെ ഭൗമ്യ വൃന്ദാവൻ ഐശ്വര്യഭാവത്തിലാണോ? അല്ല. ഐശ്വര്യഭാവത്തിൽ എവിടെയാണ്? ദ്വാരകയിലാണ് അല്ലെ. പക്ഷെ വൃന്ദാവനിലെ ഐശ്വര്യഭാവത്തിലാണോ? അല്ല. ഭഗവാൻ ഒരു സാധാരണ വ്യക്തിയായിട്ട്, എല്ലാവരും ആ സാധാരണ വ്യക്തി ആണെങ്കിലും കൂടിയിട്ട് എല്ലാവരും ആ സാധാരണ വ്യക്തിയിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ഭഗവാൻ അറിഞ്ഞിട്ടല്ല. ഗോപന്മാരും ഗോപികമാരും മറ്റ് ബ്രജവാസികളും എല്ലാവരും അദ്ദേഹത്തിലേക്ക്, ആ കൃഷ്ണനിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ഭഗവാൻ അറിഞ്ഞിട്ടോ? അല്ല. എന്തൊരു അട്രാക്ഷൻ അല്ലേ! ആ അട്രാക്ഷൻ വേറെ ഒരാളോടും തോന്നില്ല, സ്വന്തം ആൾക്കാരോടും കൂടി തോന്നില്ല. അപ്പൊ അതിൽ കിട്ടുന്ന ആനന്ദം ആ ഭഗവാനായിട്ട്, ഭഗവാൻ എന്ന് അറിഞ്ഞിട്ടല്ല, അല്ലാതെ തന്നെ ആ കിട്ടുന്ന ആ ഒരു ആനന്ദം, ആ ആകർഷണം, പിന്നെ ഏത് വിധത്തിലും നമുക്ക് ആ വ്യക്തിയായിട്ട് ഇടപഴകാം. മാസ്റ്ററായിട്ട് കാണാം, തൻ്റെ ഫ്രണ്ടായിട്ട് കാണാം, തൻ്റെ എന്താ പറയുക മകനായിട്ട് കാണാം, തൻ്റെ ലവറായിട്ട് കാണാം. ഏത് തരത്തിലും നമുക്ക് ഒരു നമ്മുടെ ഇവിടെ ഏതെല്ലാം തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്, ആ തരത്തിൽ എല്ലാത്തിലും റിലേഷൻഷിപ്പ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് വ്യത്യാസം. ഇത് വൈകുണ്ഠത്തിലില്ല. അപ്പൊ ഈ സ്പെഷ്യാലിറ്റി, ഈ ഒരു സ്പെഷ്യൽ കമ്പാഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നത് ചൈതന്യ മഹാപ്രഭുവാണ്. ഏത് വിധത്തിലും നമുക്ക് ഭഗവാനെ സമീപിക്കാം. അപ്പൊ അതിന് നമ്മൾ ആ വൃന്ദാവനത്തിലുള്ള വ്രജവാസികളുടെ ആ രാഗാനുഗ ഭക്തി അതിനെ പിന്തുടരണം.
അപ്പോൾ രാഗാത്മിക ഭക്തി ചെയ്യുന്ന ബ്രജവാസികളുടെ പാത പിന്തുടർന്നാൽ നമുക്കും ആ തലത്തിലേക്ക് എത്താം എന്ന് പഠിപ്പിച്ചു തരുന്നത് നമ്മുടെ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായം. അതാണ് സ്പെഷ്യാലിറ്റി. അടുത്ത ആഴ്ചയ്ക്ക് ഈ ആഴ്ചയിൽ നമുക്ക് ഏത് ശ്ലോകമാണ് എടുക്കേണ്ടത്? ഹരേ കൃഷ്ണ 4-ലെ 5-ാമത്തെ നാലാമത്തെ. ഓക്കെ, 4-5. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ വായിക്കുന്നത് ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ്, 4-ാമത്തെ അധ്യായം 5-ാമത്തെ ശ്ലോകം മുതൽക്ക്. ശ്രീ ഭഗവാൻ ഉവാച ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവ ചാർജുന താന്യഹം വേദ സർവാണി നത്വം വേത്ത പരന്തപ. ശ്രീ ഭഗവാൻ ഉവാച ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവ ചാർജുന താന്യഹം വേദ സർവാണി നത്വം വേത്ത പരന്തപ. സാവിത്രി മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഭഗവാൻ ഉവാച ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവ ചാർജുന താന്യഹം വേദ സർവാണി നത്വം വേത്ത പരം തപ. ഹരേ കൃഷ്ണ. രാധേ. പ്രദീപ് പ്രഭു. ഹരേ കൃഷ്ണ. ശ്രീ ഭഗവാനുവാച ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവ ചാർജുന തന്യാഹം വേദ സർവാണി നത്വം വേദ പരന്തപ. ഹരേ കൃഷ്ണ. ശ്യാമള മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഭഗവാനുവാച ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവ ചാർജുന താന്യഹം വേദ സർവാണി നത്വം വേത്ത പരം തപ. ഹരേ സ്മിത മാതാജി. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഭഗവാൻ വാച ബഹുനി മേ വ്യതീതാനി ജന്മാനി തവ ചാർജുന താന്യഹം വേദ സർവാണി നത്വം വേത്വാ പരം തപ. മാതാജി എന്റെ വിവർത്തനം കൂടി വായിച്ചോളൂ. ശ്രീ ഭഗവാൻ പറഞ്ഞു, ശത്രുക്കളെ കീഴടക്കുന്നവനെ, എനിക്കും നിനക്കും എണ്ണമറ്റ ജന്മങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു. എനിക്ക് അതെല്ലാം ഓർമ്മിക്കാൻ കഴിയും, നിനക്ക് അത് സാധ്യമല്ല. ഹരേ കൃഷ്ണ. Very good. The personality of Godhead said, many births, both you and I have passed. I can remember all of them, but you cannot, O subduer of the enemy. ഭഗവാൻ കൃഷ്ണൻ എന്താണ് അർജുനൻ പറയുന്നത്? നമ്മൾ രണ്ടുപേരും ഒരുപാട് ജന്മങ്ങൾ എടുത്തിട്ടുണ്ട്. ഒരുപാട് സമയം നമ്മൾ ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ട്, പല ജന്മങ്ങളിലും. എനിക്കത് ഓർക്കാൻ കഴിയും, തനിക്കത് ഓർക്കാൻ കഴിയുന്നില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. എന്തുകൊണ്ടാണ് അർജുനൻ ഓർക്കാൻ കഴിയുന്നില്ല, ഭഗവാൻ ഓർക്കാൻ കഴിയും? എന്തുകൊണ്ട് അർജുന ഓർക്കാൻ കഴിയുന്നില്ല? ഭഗവാൻ അതീന്ദ്രിയനാണ്. ഓക്കെ, പിന്നെ സകല ഭൂതങ്ങളുടെ ആത്മചൈതന്യം ഭഗവാൻ തന്നെയാണല്ലോ. അപ്പൊ ആരൊക്കെ എപ്പോഴൊക്കെ ജനിച്ചെന്ന് ഭഗവാൻ അറിയാൻ പറ്റും. ഓക്കെ, പിന്നെ ഭഗവാന് ജനന മരണങ്ങൾക്ക് അതീതനാണല്ലോ ഭഗവാൻ. ഓക്കെ. പ്രഭു എന്താ ചോദിച്ചു? ഞാനൊന്നും മാറേണ്ടി വന്നു. അതായത് ഭഗവാൻ ഇതെല്ലാം അറിയാം, അർജുന ഇത് അറിയില്ല. എന്തുകൊണ്ട് അർജുന അറിയില്ല? കാരണം ഭഗവാനായത്. അല്ല, അർജുന മനുഷ്യനാണ്, ജീവാത്മാവാണ്. ജീവാത്മാവിന് അപൂർണങ്ങളായ ഇന്ദ്രിയങ്ങളല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് ആ മറവിക്ക് വിധേയമാണല്ലോ. അതെ. അപ്പൊ പരമാത്മാവും ജീവാത്മാവിന്റെ ആ ഒരു ഏത് ലൈഫില് അത് മാത്രമേ ഉള്ളൂ. ഭഗവാൻ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടവും മതഃ സ്മൃതി ജ്ഞാനം അപോഹനം ച. സ്മൃതി, ജ്ഞാനം, അപോഹനം ഇതെല്ലാം ഞാൻ കൊടുക്കുന്നു. അപ്പൊ ജീവാത്മാക്കൾക്ക്
ആ ഏത് ജന്മത്തിലെ അറിവാണ്, ജ്ഞാനമാണ്, അത് മാത്രമേ. ഇപ്പൊ ഈ ജന്മത്തില് ഞാൻ ജനിച്ച മുതൽ മരണം വരെയുള്ള അറിവ് അത് മുഴുവൻ അറിയില്ല. എത്ര അറിയണം, എത്ര മറക്കണം, ഇതെല്ലാം ഒരു ഓട്ടോമേറ്റഡ് സിസ്റ്റം പോലെയാണ്. നമ്മളിപ്പോ 1ാം ക്ലാസ്സിൽ പഠിച്ചത് എല്ലാം നമുക്ക് ഓർമ്മയുണ്ടോ? ഇല്ല. എത്ര കുട്ടികളുണ്ടായിരുന്നു നമുക്ക് ഓർമ്മയുണ്ടോ? ഏത് മാഷ പഠിപ്പിച്ചിട്ടുണ്ടാ ഓർമ്മയില്ല, അതും കൂടി അറിയില്ല. ഇന്നലെ നമ്മൾ ചെയ്ത, ഈ സമയത്ത് ചെയ്ത കാര്യം ഓർമ്മ. അപ്പൊ നമ്മളുടെ ആ ഓർമ്മ, ജ്ഞാനം ഇതെല്ലാം ലിമിറ്റഡ് ആണ്. മറവി എപ്പോ വേണം, എപ്പോ ഓർമ്മ തരണം, ഇതെല്ലാം ഓൾറെഡി ഒരു പ്രോഗ്രാംഡ് ആയിട്ട് തന്നിരിക്കുകയാണ് നമ്മളുടെ കർമ്മത്തിന്റെയും ആഗ്രഹത്തിന്റെയും അടിസ്ഥാനത്തിൽ. അപ്പൊ അതാണ് ഭഗവാൻ പറഞ്ഞത്, ഞാൻ സർവജ്ഞനാണ്, ഞാൻ സർവവ്യാപിയാണ്, അല്ലെ? അപ്പോ സർവജ്ഞനാന്ന് പറഞ്ഞാൽ എല്ലാം അറിയുന്നവൻ, പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ. ഭഗവാൻ ഹീസ് വൺ വിതൗട്ട് എ സെക്കൻഡ്. രണ്ടായിട്ടൊന്നുമില്ല, ഹീസ് ഓൺലി വൺ. അപ്പൊ ആ ഭഗവാന്റെ അടുത്ത് നിന്നാണ് നമുക്ക് ജ്ഞാനം കിട്ടുന്നത്. ബ്രഹ്മാവിന് ജ്ഞാനം കൊടുത്ത ഭഗവാനാണ്. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവ് ഭഗവാനാണ്. ഇതിന്റെ പ്രൊപ്പറേറ്റർ, ഇതിന്റെ കൺട്രോളർ, ഇതിന്റെ എൻജോയർ, ഇതിന്റെ മാസ്റ്റർ, ഇതെല്ലാം ഭഗവാനാണ്. ആ ഭഗവാൻ എല്ലാം അറിയാം. അതായത് ഭൂതകാലം അറിയാം, വർത്തമാനകാലം അറിയാം, ഭവിഷ്യം അറിയാം, എന്താണ് വരാൻ പോകുന്നത് എല്ലാം അറിയാം. പക്ഷെ നമ്മള് ഭഗവാന്റെ അംശമാണ്. അപ്പോ അംശത്തിന് അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻ ഉണ്ട്. സൂര്യന്റെ ആകത്തുക കിട്ടുന്ന വെളിച്ചം ഒരു രശ്മിക്ക് തരാൻ പറ്റില്ല. പറ്റുമോ? ഒരു സൂര്യൻ തരുന്ന ആകത്തുക വെളിച്ചവും ചൂടും അതിന്റെ ഒരു പാർട്ടിക്കിൾ ആയിട്ടുള്ള ഒരു രശ്മിക്ക് തരാൻ പറ്റുമോ? ഇല്ല. അതേപോലെ നമ്മൾ ഭഗവാന്റെ ഒരു മൊളിക്യൂൾ മാത്രമാണ്, ഒരു പാർട്ടാണ്. അപ്പൊ ആ പാർട്ടിന് അതിൻ്റെതായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്, അല്ലെ? അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻ ഉണ്ട്. ഭഗവാനെ പോലെ ഷൈൻ ചെയ്യാൻ പറ്റില്ല നമ്മൾ. നമുക്കുണ്ട് ജ്ഞാനം. അതേപോലെ ഒരു മോളിക്യൂൾ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിൾ ഓഫ് സൺറേ, അതിനുണ്ട് ലൈറ്റും ഹീറ്റും. പക്ഷെ അത് വളരെ പരിമിതമാണ്, അതിന്റെ ക്വാണ്ടിറ്റി വളരെ കുറവാണ്. അതേപോലെയാണ് ഇവിടെ ഭഗവാനും അർജുനൻ. ഭഗവാൻ സുപ്രീമാണ്, പരമാത്മാവാണ്. അർജുനൻ ജീവാത്മാവാണ്. അപ്പൊ ആ ലിമിറ്റേഷൻ വെച്ചുകൊണ്ടാണ് പറയുന്നത്, മെനി ബേഴ്സ് യു ആൻഡ് ഐ ഹാവ് പാസ്ഡ്. ഒരുപാട് ജന്മങ്ങൾ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കെല്ലാം അറിയാം, അർജുന തനിക്കത് അറിയില്ല എന്നാണ് പറയുന്നത്. അത് രണ്ടുപേരും രണ്ട് തലത്തിലാണ്. രണ്ടുപേരും ഒരേപോലെ തോന്നുന്നു മനുഷ്യരായിട്ട് ജീവിച്ചാലും കൂടിയിട്ട്. ഒരാള് സുപ്രീമാണ്, ഒരാള് സബോർഡിനേറ്റ് ആണ്. ഈവൻ ഒരു മെറ്റീരിയൽ വേൾഡ് നമ്മളൊരു ഇതെടുക്കുകയാണെങ്കിൽ, ഒരു ഓഫീസിലെ ആ ഓണർക്കുള്ള അധികാരം ഒരു വർക്കർക്ക് ഉണ്ടാവില്ല. ഉണ്ടാവോ? ആ ഒരു കമ്പനിയിലെ ഉടമസ്ഥന്റെ അധികാരം അതിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാവോ? ഇല്ല. അതേപോലെ തന്നെ ഈ പ്രപഞ്ചനാഥനായിട്ടുള്ള ഭഗവാനുള്ള ആ കഴിവും അധികാരവും ഇതൊന്നും നമ്മളെ പോലുള്ള ആൾക്കാർക്ക്, ഭഗവാനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവില്ല. അതാണ് അവിടെ ഭഗവാൻ പറയുന്നത്, അർജുന, ഈ ജന്മത്തിൽ എന്താണോ അത് മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ. കഴിഞ്ഞ ജന്മത്തില് എന്തായിരുന്നു എന്ന് അറിയാൻ പറ്റില്ല. വരാൻ പോകുന്ന ജന്മത്തില് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. എനിക്കെല്ലാം അറിയാം, പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ. So in the Brahma Samhita 5.33, we have information of many incarnations of the Lord. It is stated there, Advaita Machyuta Manadi Mananta Rupam Adyam Purana Purusham Navayavvanam Cha Vede Shudurlapa Madurlapa Matma Bhakto Govindamadi Purusham Tamaham Bhajami. Advaitam എന്നാണ് അദ്വൈതം പറഞ്ഞാൽ. രണ്ടല്ല, is one. ഭഗവാൻ അദ്വൈതമാണ്, രണ്ടല്ല. അച്യുതം, ഇൻഫാലിബിൾ, ഒരിക്കലും തെറ്റ് പറ്റില്ല, ഒരിക്കലും വീഴ്ച പറ്റില്ല. അനാദിം, അതായത് തുടക്കമില്ല, ഒറിജിനൽ, ബിഗിനിങ് ഇല്ല. അനന്തരൂപം, ഒരുപാട് രൂപങ്ങളുണ്ട് ഭഗവാൻ പല രൂപങ്ങളിലും എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ആദ്യം ഫസ്റ്റ് പേഴ്സൺ, ഒറിജിനൽ, പുരാണ, ഏറ്റവും പഴയ ആള്. ഓക്കെ, അതാണ് നമ്മുടെ പുരാണങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ
ഈ ഗ്രന്ഥങ്ങളൊക്കെ പറയില്ലേ, ഭാഗവത് പുരാണം, പത്മപുരാണം, വിഷ്ണു പുരാണം, ഇതൊക്കെ വളരെ പഴയ ഏൻഷ്യന്റ് ആയിട്ടുള്ളതാണ്. പുരുഷം, ആൻഡ് ഹീസ് ദ പേഴ്സൺ, ഈസ് നോട്ട് സം ലൈറ്റ്, ഈസ് എ പേഴ്സൺ. അദ്ദേഹത്തിന് രൂപമുണ്ട്. പല ആൾക്കാരും വിചാരിക്കുന്ന പോലെ അദ്ദേഹത്തിന് രൂപമില്ല എന്നല്ല. ഈസ് എ പുരുഷം, പുരുഷം ഈസ് എ പേഴ്സൺ. പിന്നെ ഇത്ര പുരാണമായാലും ശരി, എത്ര പഴയ ആളായാലും ശരി, അദ്ദേഹത്തിന്റെ അപ്പിയറൻസ് എങ്ങനെ? നവയൗവനം ച. ആദ്യത്തെ ആളാണ്, വളരെ പഴയ ആളാണ്, പക്ഷെ എങ്കിലും എപ്പോഴും നവയൗവനം, എവർഗ്രീൻ ഫ്രഷ്, എവർ യൂത്ത്ഫുൾ. വേദേഷു ദുർലഭം അദുർലഭം ആത്മം. വേദേഷു ദുർലഭം. എന്താണ് വേദേഷു ദുർലഭം എന്ന് പറഞ്ഞാൽ? വേദങ്ങളെ കൊണ്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ദുർലഭം എന്ന് പറഞ്ഞാൽ എന്താണ്? ദുർലഭം എന്ന് പറഞ്ഞാൽ വിരളം. വിരളം. നമ്മൾ വേദങ്ങൾ പഠിച്ചിട്ട് ഭഗവാനെ മനസ്സിലാക്കാൻ വിചാരിച്ചാൽ നടക്കില്ല. വേദേഷു ദുർലഭം. അത് പരന്തപ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ശത്രുക്കളെ ജയിച്ചവൻ തന്നെയാണോ? പരന്തപ, അതെ തോന്നുന്നു. ഇവിടെ പരന്തപ എന്ന് പറഞ്ഞത് പരന്തപ. ഇവിടെ ഓക്കെ, ശ്ലോകത്തില് ഓക്കെ, നമ്മൾ വായിച്ച അത് സബ്ഡ്യൂർ ഓഫ് എനിമി, അതായത് ശത്രുക്കളെ ജയിച്ചവൻ. ഓക്കെ, അപ്പൊ വേദേഷു ദുർലഭം, വേദങ്ങളെ കൊണ്ട് നമുക്ക് കിട്ടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഇതറിയാൻ പറ്റില്ല. ഭഗവാന്റെ മഹത്വം, ഭഗവാന്റെ ശ്രേഷ്ഠത നമ്മൾ വേദങ്ങൾ പഠിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അദുർലഭം ആത്മഭക്തോ. ഇത് ആർക്ക് മനസ്സിലാക്കാൻ പറ്റും? ഭക്തന്മാർക്ക് മാത്രം. അദുർലഭം, വിരളമല്ല, വളരെ ഈസി ആയിട്ട് ഭക്തന്മാർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ വേദങ്ങൾ വായിച്ചിട്ട് അതാണ്, വേദങ്ങളെല്ലാം വായിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷനേ ഉള്ളൂ, എസ്പെഷ്യലി കലികാലത്ത് ഈ വേദങ്ങളെല്ലാം വായിച്ചു കഴിഞ്ഞാൽ ഓരോന്നിലും ഓരോ കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ് നമുക്ക് തോന്നും. കോൺട്രഡിക്ടറി അല്ല, നമ്മളുടെ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് കാരണം അത് കോൺട്രഡിക്ടറി ആയിട്ട് തോന്നും. ആക്ച്വലി ഒരു കോൺട്രഡിക്ഷനും ഇല്ല വേദത്തില്. നമ്മളുടെ കോൺഷ്യസ്നെസ് ലെവല്, നമ്മളുടെ ആ കോംപ്രിഹെൻഷൻ, ഇത് മനസ്സിലാക്കുന്ന ആ ബുദ്ധി ശരിക്കും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അത് പറഞ്ഞ് അതിലെങ്ങനെയാണ് പറഞ്ഞത്, ഇതിൽ അങ്ങനെയല്ലേ പറഞ്ഞത്, അതെങ്ങനെ നമുക്ക് റിക്കൺസിൽ ചെയ്യാൻ പറ്റുക? രണ്ടും ഒരു കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ് അല്ല നമുക്ക് നോക്കാം. അത് വേദത്തിന്റെ കുഴപ്പമില്ല, നമ്മൾ മനസ്സിലാക്കുന്നതിന്റെ കുഴപ്പമാണ്, നമ്മളുടെ ബുദ്ധി ശൂന്യമാണ്. അപ്പോൾ വേദങ്ങൾ നമ്മൾ വായിച്ചാൽ സാധാരണ എന്താണ്? കൺഫ്യൂഷൻ ആവുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് വേദങ്ങൾക്ക് കമന്ററി വേണമെന്ന് പറയണം, വ്യാഖ്യാനങ്ങൾ വേണം. അങ്ങനെയാണ് വേദങ്ങൾക്ക് കമന്ററിയും വ്യാഖ്യാനങ്ങളൊക്കെ ആചാര്യന്മാര് നമുക്ക് തരാൻ തുടങ്ങിയത്. ഒരു സംസ്കൃത് ലാംഗ്വേജ് നമുക്ക് ആർക്കും വശമില്ല. പ്രഭാതര ആ ഒരു മേഴ്സി കാരണമാണ് വേർഡ് ടു വേർഡ് മീനിങ് തന്ന് അത് നമ്മളെ കുട്ടികളെ ABCD എങ്ങനെ പഠിപ്പിക്കുന്നു അതേപോലെ നമുക്ക് ഇതെല്ലാം പറഞ്ഞു നമ്മളെ പഠിപ്പിച്ചത്. അത് പ്രഭാതര കമ്പാഷനാണ്. അങ്ങനെ വേർഡ് ടു വേർഡ് മീനിങ് തന്നില്ലായിരുന്നെങ്കിൽ, ട്രാൻസ്ലേഷൻ പർപ്പോട്ടും തന്നില്ലായിരുന്നെങ്കിൽ നമുക്കിത് മനസ്സിലാവും. അപ്പൊ ആ പ്രഭാതര കമ്പാഷനാണിത്. അപ്പോ അദുർലഭം ആത്മഭക്തവും, ഭക്തന്മാർക്ക് ഇത് അദുർലഭം, വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഭക്തിമാർഗം മറ്റേ എല്ലാ മാർഗത്തിന്റെയും കൾമിനേഷനാണ്. ഭക്തിമാർഗത്തിൽ കർമ്മമുണ്ട്, ജ്ഞാനമുണ്ട്, ധ്യാനമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഭക്തന്മാർക്ക് ഇതെല്ലാം പറഞ്ഞാൽ ഈസി ആയിട്ട് മനസ്സിലാവും. അങ്ങനെയുള്ള ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി, ആ ഗോവിന്ദനെ ഞാൻ പ്രണമിക്കുന്നു എന്ന് ആരെ പറയുന്നത്? ബ്രഹ്മസംഹിതയിലെ ബ്രഹ്മാവാണ് പറയുന്നത്. So I worship the Supreme Personality of Godhead, Govinda, Krishna, who is the original person, absolute, infallible, without beginning. Although expanded in unlimited forms, he is still the same original, the oldest, and the person always appearing as a fresh youth. ഒരുപാട് രൂപങ്ങളിൽ അദ്ദേഹം അവതരിക്കുന്നുണ്ട്, പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എങ്കിലും സ്റ്റിൽ വരാഹമായിട്ട് വന്നാലും ശരി, നരസിംഹമായിട്ട് വന്നാലും ശരി, മത്സ്യമായിട്ട് വന്നാലും ശരി, അല്ലെങ്കിൽ വാമനായിട്ടോ രാമനായിട്ടോ കൃഷ്ണനായിട്ടോ ബലരാമനായിട്ടോ, എങ്ങനെ ഏത് ഫോം എടുത്താലും സ്റ്റിൽ ദ സെയിം പേഴ്സൺ ഇൻ ഡിഫറെന്റ് അറ്റയർ ആൻഡ് ഓൾവേസ് ഫ്രഷ്.
ഭജാമി. Always fresh, appearing as a fresh youth. Such eternal, blissful, all-knowing forms of the Lord are usually not understood by even the Vedic best. അപ്പോൾ അതാണ് പറയുന്നത്, such eternal, blissful, all-knowing forms of the Lord are usually not understood by even the best Vedic scholars. വേദത്തിലെ പണ്ഡിതന്മാർക്കും കൂടിയും ഇതിനെപ്പറ്റി ശരിക്കും അറിയില്ല എന്നാണ് പറയുന്നത്. ശരിയാണ്, ശരിയാണ്. വേദ പണ്ഡിതന്മാരോട് ചോദിച്ചാലും കൂടി അവരും കൺഫ്യൂഷൻ ആവും. ആരാണ് ഭഗവാൻ പറഞ്ഞാൽ അവർ പറയും ശരിക്കുള്ള ഒറിജിനൽ പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് നാരായണൻ എന്ന് പറയും. അല്ല, അത് തെറ്റല്ല, പക്ഷെ അറ്റ് ദ സെയിം ടൈം ക്ലാരിറ്റി ഇല്ല അവിടെ. അത് ചൈതന്യ പ്രഭുവിന്റെ കൃപ കൊണ്ടല്ലേ കറക്റ്റ് ആയത് പ്രഭു? എന്താണ്? ചൈതന്യ മഹാപ്രഭു വന്നതിന് ശേഷമല്ലേ അത് കറക്റ്റ് ആയത്? ചൈതന്യ മഹാപ്രഭു വന്നാണ് അതിന്റെ ക്ലാരിറ്റി കിട്ടിയത്, ശരിക്കുള്ള ക്ലാരിറ്റി. അതുവരെ എല്ലാം അല്ല, അവരുടെ തെറ്റില്ല. കാരണം ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ ആരാ ചോദിച്ചാൽ മഹാവിഷ്ണു ആണ്. അവിടുന്നാണ് ഈ പ്രപഞ്ചം തുടങ്ങുന്നത് തന്നെ, മഹാവിഷ്ണു എന്നാണ്. അപ്പോ ആ ഒരു പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ശരിയാണ്. പക്ഷെ ആ മഹാവിഷ്ണുവിനും ഒരു സോഴ്സ് ഉണ്ട്, ഉറവിടമുണ്ട് എന്ന് അതിന്റെ ക്ലാരിറ്റി നമുക്ക് തന്നത് ചൈതന്യ മഹാപ്രഭുവിന്റെ ശേഷമാണ്. അപ്പോൾ മഹാവിഷ്ണു ഈസ് ദ ടോപ്പ് മോസ്റ്റ് ആസ് ഫാർ ആസ് ദ മെറ്റീരിയൽ വേൾഡ് ഈസ് കൺസേൺഡ്. ആ മഹാവിഷ്ണുവിന്റെ സോഴ്സ് വൈകുണ്ഠത്തിന് നാരായണ എന്നുള്ളത് പല ആൾക്കാർക്കും അറിയില്ല. ആ നാരായണന്റെ സോഴ്സ് കൃഷ്ണനാണെന്നുള്ളത് പല ആൾക്കാർക്കും അറിയില്ല. അത്രയും ക്ലാരിറ്റി ആ സമയത്തില്ല. അപ്പൊ ഈ ക്ലാരിറ്റി തന്നത് നമുക്ക് ചൈതന്യ മഹാപ്രഭുവാണ്. അപ്പൊ അഗെയിൻ, although expanded into unlimited forms, he is still the same original, the oldest, and the person always appearing as a fresh youth. എത്ര തന്നെ ancient ആണെങ്കിലും ശരി, പഴയ ആളായാലും ശരി, but still is fresh, evergreen. Such eternal, blissful, all-knowing forms of the Lord are usually not understood by even the best Vedic scholars. പ്രഭാത വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത്. സാധാരണ നിലയിൽ പല ആൾക്കാരും ഇതിൽ ഒരു സംശയം ഇപ്പോഴുണ്ട്, ആരാണ് എന്താണെന്നുള്ളത്. ബട്ട് ദേ ആർ ഓൾവേസ് മാനിഫെസ്റ്റ് ടു പ്യുവർ അൺഅലോയ്ഡ് ഡിവോട്ടീസ്. അദുർലഭം ആത്മഭക്തവും. പക്ഷെ ഇത് ശുദ്ധഭക്തന്മാർക്ക് അറിയാവുന്ന കാര്യമാണ്. അദുർലഭം, മറ്റവർക്ക് ദുർലഭം. വേദിക് സ്കോളേഴ്സിന് എന്താണ് ദുർലഭം? അത്ര ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ ഭക്തന്മാർക്ക് അദുർലഭം. അതാണ് ഈവൻ ബ്രഹ്മാവും കൂടി അവിടെ പറയുന്നത്. ഇറ്റ്സ് ആൾസോ സ്റ്റേറ്റഡ് ഇൻ ബ്രഹ്മസംഹിത. രാമാദിമൂർത്തി ശുകലാ നിയമേന തിഷ്ഠാൻ നാനാവതാരമകരോദ് ഭുവനേഷു കിന്തു കൃഷ്ണ സ്വയം സമഭവത് പരമപുമാന്യോ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. എന്നാണ് പറയുന്നത്. I worship the Supreme Personality of God, Govinda, who is always situated in various incarnations such as Rama, Narsimha, and many sub-incarnations as well. അപ്പോൾ ഞാൻ ആ പരമ ദിവ്യോത്തമ പുരുഷനെ ഞാൻ ഉപാസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആരെ? ഹു ഇസ് ഓൾവേസ് സിറ്റഡ് വേരിയസ് ഇൻകാർണേഷൻ. ഒരുപാട് അവതാരങ്ങളിൽ അദ്ദേഹം വന്നിട്ടുണ്ട്. എങ്ങനെ? രാമ, നരസിംഹ തുടങ്ങിയിട്ടുള്ളത് ഉണ്ടോ? രാമാദിമൂർത്തി ശുകലാ നിയമേന. രാമ ആദി മൂർത്തിഷു, രാമ തുടങ്ങിയിട്ടില്ല. അതേപോലുള്ള പല പല അവതാരങ്ങളിലും വന്നിട്ടുണ്ട്. But who is the original personality of God known as Krishna and who incarnates personally also. അപ്പൊ ഈ രാമാദിമൂർത്തിഷു, രാമൻ തുടങ്ങിയിട്ടുള്ള അവതാരങ്ങളെല്ലാം ഉത്ഭവിച്ചിരിക്കുന്നത് കൃഷ്ണൻ എന്നുള്ള ഒറിജിനൽ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് എന്നാണ്. ആൻഡ് ആ കൃഷ്ണനും ഇവിടെ അവതരിക്കുന്നു. ആ ഒറിജിനൽ കൃഷ്ണനും ഇവിടെ അവതരിക്കുന്നു. അദ്ദേഹത്തിന്റെ എക്സ്പാൻഷൻ മാത്രമല്ല, ആ ഒറിജിനൽ കൃഷ്ണനും ആസ് ഹി ഈസ് ഇവിടെ അവതരിക്കുന്നു. അതാണ് ആൻഡ് ഹു ഇൻകാർണേറ്റ്സ് പേഴ്സണലി ആൾസോ. So in the Vedas also it is said that the Lord, although one without a second, അതാണ് അദ്വൈതം. The Lord one without a second. അദ്വൈതം, രണ്ടല്ല. മായാവത ഫിലോസഫി എന്താണ്? അദ്വൈതം. അവരുടെ എന്താണ് ഫിലോസഫി? ജീവാത്മാവും പരമാത്മാവും രണ്ടല്ല.
അത് അദ്വൈതമല്ല. ഇവിടെ അദ്വൈതം എന്താണ്? ഭഗവാൻ വൺ വിത്തൗട്ട് സെക്കൻഡ്, രണ്ടാമൻ ഒന്നല്ല, ഈസ് ഓൺലി വൺ. കൈവല്യം. manifests himself in innumerable forms. He is like the Vaidurya stone which changes color yet still remains one. Vaiduriam അത് കളർ ചേഞ്ച് ചെയ്തത് ഞാൻ കണ്ടിട്ടില്ല. ബട്ട് സ്റ്റിൽ റിമെയിൻ ദ സെയിം സ്റ്റോൺ. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ വൈഡൂര്യം? അല്ല, ആരെങ്കിലും എടുത്തുണ്ടോ വൈഡൂര്യം? ഇല്ല. Okay, all those multiforms are understood by the pure unalloyed devotees, but not by a simple study of the Vedas. Vedeshu durlabham adurlabham ആത്മഭക്തോ. ഇതെല്ലാം മനസ്സിലാക്കാൻ ആർക്ക് കഴിയും? ശുദ്ധ ഭക്തന്മാർക്ക്, അല്ലാതെ വേദിക് സ്കോളേഴ്സിനല്ല എന്നാ പറയുന്നത്. Devotees like Arjuna are constant companions of the Lord, and whenever the Lord incarnates, that associates devotees also incarnate in order to serve the Lord in different capacities. ഭഗവാന്റെ അവതാരം എവിടെയെല്ലാം ഉണ്ടോ ആ അവതാരത്തിനോടൊപ്പം തന്നെ ഭഗവാന്റെ പാർഷദന്മാര്, ഭഗവാന്റെ കമ്പേനിയൻസ്, അസോസിയേറ്റ്സ് അവിടെ അവതരിക്കും. എന്തിനു വേണ്ടിയിട്ട്? ഭഗവാന്റെ ലീലകൾ പങ്കെടുക്കാൻ വേണ്ടിയിട്ടും ഭഗവാനും ഭക്തന്മാർക്കും ആദാൻ പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ടും അവരുടെ ആനന്ദം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും. അപ്പൊ ഒരു എൻടൂറേജൻ, ഒരു മിനിസ്റ്റർ പോകുന്ന സമയത്ത് ഒരുപാട് സിംഗടികൾ ഉണ്ടാവും അല്ലെ? കൂടെ സെക്രട്ടറീസും മിനിസ്റ്റേഴ്സും അവരും സെക്യൂരിറ്റി സ്റ്റാഫും അങ്ങനെ ഒരുപാട്. അതേപോലെ ഒരു സാധാരണ മിനിസ്റ്റർക്ക് ഇത്ര ആളുണ്ടെങ്കിൽ ഭഗവാൻ എത്ര വേണം? ഒരു സാധാരണ മിനിസ്റ്റർ കൂടെ 40-50 ആൾക്കാരുണ്ടാവും ഇവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. പക്ഷെ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ, ആധ്യാത്മിക ലോകത്തിന്റെയും ഭൗതിക ലോകത്തിന്റെയും നാഥനായിട്ടുള്ള എത്രയോ ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് യൂണിവേഴ്സസ് ഉള്ള ആ അത്രയും പ്രപഞ്ചങ്ങളുടെ അത്രയും യൂണിവേഴ്സസിന്റെ നാഥന്റെ കൂടെ എത്ര ആൾക്കാരുണ്ടായിരിക്കും? കോടിക്കണക്കിന് ആൾക്കാർ വേണം സേവനം ചെയ്യാൻ അല്ലെ? അപ്പോ ഭഗവാൻ എവിടെയൊക്കെ എപ്പോഴൊക്കെ അവതരിക്കുന്നു അപ്പോഴൊക്കെ ഭഗവാന്റെ പാർഷദന്മാർ, അസോസിയേറ്റ്സ്, കമ്പേനിയൻസ്, ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഉണ്ടായിരിക്കും, വരും. എന്തിനു വേണ്ടി? ഭഗവാനെ സേവിക്കാൻ വേണ്ടിയിട്ട്. അർജുന ഈസ് വൺ ഓഫ് ദീസ് ഡിവോട്ടീസ്. അപ്പൊ അർജുനൻ അതിൽ ഒരു ഭക്തനാണ്. ആൻഡ് ഇൻ ദിസ് വേഴ്സ് ഇറ്റ് ഇസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് some millions of years ago, when Lord Krishna spoke the Bhagavad Gita to Sun God Vivaswan, Arjuna in a different capacity was also present. അപ്പൊ ഈ ശ്ലോകം നമുക്ക് മനസ്സിലാക്കിയത് ഭഗവാൻ സൂര്യഭഗവാന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഈ ഭഗവത്ഗീത പറഞ്ഞു കൊടുക്കുമ്പോ അർജുനനും ആ സമയത്തുണ്ടായിരുന്നു. പക്ഷെ അന്ന് അർജുനനായിട്ട് ആയിരുന്നില്ല, അത് വേറെ കപ്പാസിറ്റിയിലായിരുന്നു എന്നാണ് പറയുന്നത്. But the difference between Lord and Arjuna is that the Lord remembered the incident, whereas Arjuna could not remember. ഭഗവാൻ ഇതെല്ലാം ഓർമ്മയുണ്ട്, പക്ഷെ അർജുനൻ അറിയില്ല. അർജുനൻ ജീവാത്മാവാണ്, ലിമിറ്റഡ് ആണ്. ക്വാളിറ്റി സെയിം ആണെങ്കിലും ക്വാണ്ടിറ്റി ഇല്ല. That is the difference between the part and parcel living entity and the Supreme Lord. Although Arjuna is addressed herein as the mighty hero, Parantapa, who could subdue the enemies, he is unable to recall what had happened in his various past. Upon mighty armed Arjuna, who could subdue the enemies, മറ്റുള്ളവരെ തോൽപ്പിക്കാൻ, പരാജയപ്പെടുത്താൻ കഴിവുള്ള ആളാണെങ്കിലും കൂടിയിട്ട് കഴിഞ്ഞ ജന്മത്തിൽ എന്താണെന്ന് ഓർത്തെടുക്കാൻ അർജുന് കഴിയില്ല. Therefore, a living entity, the Jivatma, however great he may be in the material estimation, can never equal the Supreme Lord. അപ്പോൾ ഒരു ജീവാത്മ എത്ര വലിയ ഗ്രേറ്റ് ആയാലും ശരി, ഗ്രേറ്റസ്റ്റ് പേഴ്സൺ ഓൺ ദ എർത്ത് ആയാലും ശരി, പരമാത്മാവായിട്ട് നമുക്ക് ഉപമിക്കാൻ പറ്റില്ല, കമ്പയർ ചെയ്യാൻ പറ്റില്ല, ഈക്വൽ ആയിട്ട് കാണാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. എനിവൺ who is a constant companion of the Lord is certainly a liberated person, but he cannot be equal to Lord. എപ്പോഴും ഭഗവാന്റെ പാർഷദമായിട്ട് ലീലയിൽ പങ്കെടുക്കാൻ വരുന്ന ഒരു ഭക്തൻ ലിബറേറ്റഡ് ആണ്, മുക്തനാണ്. അവരൊന്നും ബദ്ധാത്മാക്കളല്ല നമ്മളെ പോലെ. പക്ഷെ ഒരിക്കലും ആ ഒരു ഭക്തൻ ഭഗവാന്റെ സമമായിട്ട് കാണാൻ പറ്റില്ല, ഭഗവാന് സമമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല എന്നാണ്
പറയുന്നത്. The Lord is described in the Brahma Samhita as infallible, Achyuta. Dvaimo Purusho Loke Kshara Chakshara Evacha Kshara Sarvani Bhudani Utasto Akshara Uchyade. Dvaimo Purusho, under infallible, fallible. Kshara and Akshara. അപ്പോൾ നമ്മളെല്ലാം എന്താണ്? ഇൻഫാലിബിൾ ഫാലിബിൾ ആണ്. ഭഗവാൻ പിന്നെ ഇൻഫാലിബിൾ ആയിട്ടുള്ള ഡിവോട്ടീസ്. ഈ ഭഗവാൻ അതിലും മീതാണ്. ഉത്തമസ് പരമോത്നന്യ അല്ലെ, ഉത്തമ അതിലും ഉത്തമനാണ് ഭഗവാൻ. ഈ രണ്ടെണ്ണത്തിലും പെടില്ല. ഫാലിബിളും ഇൻഫാലിബിളിന്റെ മീതെയാണ് ഭഗവാൻ. പരമാത്മേതി ഉദാഹൃത. അപ്പൊ പരമാത്മാവ് ഈ ഇൻഫാലിബിളും വരില്ല, ഇൻഫാലിബിളും വരില്ല, അതിന്റെ മീതെയാണ്, ഉത്തമനാണ്. ദോത്രയം എന്താ വിഭർത്തി അവയ ഈശ്വര, ഈശ്വരൻ. ഇതിലും മീതെ ക്ഷരയല്ല അക്ഷരല്ല, അത് രണ്ടും മീതെയാണ്. So Achyuta, which means that he never forgets himself, even though he is in material contact. അപ്പൊ ഈ ഭൗതിക ലോകത്തിൽ ഇറങ്ങി വന്നാലും ശരി, ഭൗതിക ലോകത്തിലെ ഒരു ഗുണങ്ങളും ഭഗവാനെ അതെനിക്കുന്നില്ല, ഭഗവാനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. Therefore, the Lord and the living entity can never be equal in all respects, even if the living entity is as liberated as Arjuna. അപ്പൊ മുക്താത്മാക്കളാണെങ്കിലും കൂടിയിട്ട് ഭഗവാന് തുല്യമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. Although Arjuna is a devotee of the Lord, he sometimes forgets the nature of the Lord, but by the divine grace of a devotee can at once understand the infallible condition of the Lord, whereas a non-devotee or a demon cannot understand this transcendental nature. അപ്പോൾ അർജുനൻ ഭഗവാന്റെ ഭക്തനാണ്, മുക്താത്മാവാണ്. എങ്കിലും ചില സമയത്ത് ഭഗവാന്റെ പൊസിഷൻ, ഭഗവാനോട് ഇടപെടുമ്പോൾ ഭഗവാന്റെ പൊസിഷൻ അർജുനൻ മറക്കുന്നു. ഹനുമാൻ തന്റെ ശക്തി മറക്കുന്നു. ആരാണ് ഓർമ്മിപ്പിച്ചു കൊടുത്തത്? ജാമ്പവാൻ അല്ലേ? ശക്തിയുണ്ട്, പക്ഷെ അത് മറന്നു. കാരണം ജീവാത്മാവാണ്. പക്ഷെ അത് ഓർമ്മിപ്പിച്ചപ്പോ ആ ശക്തി ഓർമ്മ വന്നു. പക്ഷെ എങ്കിലും ഭഗവാൻ തുല്യമാണോ ഹനുമാൻ? അല്ല. അർജുനൻ ഭഗവാൻ തുല്യമാണോ? അല്ല. അതാണ് പറയുന്നത്, ഹി സംടൈംസ് ഫോർഗെറ്റ് ദ നേച്ചർ ഓഫ് ദ ലോർഡ്. ഭഗവാൻ ആരാണെന്ന് ആ നേച്ചർ മനസ്സിലാക്കില്ല, മറക്കും. By the divine grace of a devotee can at once understand infallible condition of the Lord, whereas a non-devotee or a demon cannot understand the transcendental nature. ഒരു അഭക്തനോ അല്ലെങ്കിൽ ഒരു അസുരനോ ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. Consequently, these descriptions in the Gita cannot be understood by demonic brains. അപ്പോൾ ഈ ഭഗവത്ഗീതയിൽ തന്നിട്ടുള്ള ഈ വിവരണങ്ങളൊന്നും ആർക്ക്? ആസുരിക് ഭാവമുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, അവരുടെ തലയിൽ പോവില്ല അത്. കൃഷ്ണ റിമെമ്പേർഡ് ആക്ട്സ് വിച്ച് were performed by him millions of years before. എന്താണ്? സൂര്യഭഗവാന് ഇതേ നിർദ്ദേശം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എത്രയോ ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ്. അത് ഭഗവാൻ ഓർമ്മയുണ്ട്, അതാണ് പറയുന്നത്. ബട്ട് അർജുനനും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ അർജുനൻ എന്നുള്ള കപ്പാസിറ്റിയിലായിരുന്നില്ല, വേറെയായിരുന്നു. Despite the fact that both Krishna and Arjuna are eternal in nature. Natvevaham jato nasham natvam neme janadhipa. Never was there a time that I was not there, not all this thing, nor you, Arjuna. നമ്മളുണ്ടായിരുന്നു, നമ്മളുണ്ട്, ഇനി ഫ്യൂച്ചറിൽ നമ്മളുണ്ടാവും. അപ്പൊ അർജുനനും വന്നിട്ടുണ്ടായിരുന്നു ഭഗവാന്റെ കൂടെ, പക്ഷെ അർജുനൻ അത് ഓർമ്മയില്ല. We may also note herein that a living entity forgets everything due to his change of body, but the Lord remembers because he does not change his Satchidananda body. എന്തുകൊണ്ടാണ് നമ്മൾ മറക്കുന്നത്? നമ്മളെ ഈ ശരീരം മാറിക്കൊണ്ടിരിക്കുന്നു. ഈ ശരീരം മാറുന്നതുകൊണ്ട് നമ്മൾ അത് ഓർക്കുന്നില്ല. ഭഗവാന്റെ സച്ചിദാനന്ദ ശരീരമാണ്, അത് മാറുന്നില്ല. ഭഗവാൻ എല്ലാം അറിയുന്നു. But the Lord remembers because he does not change his Satchidananda body. He is Advaita, which means there is no distinction between his body and himself. ഭഗവാന്റെ ശരീരവും ഭഗവാനും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല എന്നാണ് പറയുന്നത്. എവറിത്തിങ് ഇൻ റിലേഷൻ ടു ഹിം ഈസ് സ്പിരിറ്റ്. അദ്ദേഹം ഭൗതിക ധാതുക്കളായിട്ട് യാതൊരു അദ്ദേഹത്തിന്റെ ശരീരം ബന്ധവുമില്ല. Whereas the conditioned soul is different from his material body. And because the Lord's body and self are identical, his position is always different from that of the ordinary
living in a day, even when he descends the material form. അപ്പൊ ഭഗവാൻ ഈ ഭൗതിക ലോകത്തിലേക്ക് ഇറങ്ങി വന്നാലും ശരി, അദ്ദേഹത്തിന് ഭൗതിക ശരീരം ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് യാതൊരു മാറ്റം സംഭവിക്കുന്നില്ല. നേരെ മറിച്ച് നമ്മൾ ഭൗതിക ശരീരത്തിലാവുകൊണ്ട് ആ ശരീരം നശിക്കുന്നു, വേറെ ശരീരം എടുക്കുന്നു നമ്മുടെ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ. So the demons cannot adjust themselves to this transcendental nature of the Lord, which the Lord himself explains in the following verse. അപ്പോൾ അസുരന്മാർക്ക്, ആസുരിക ഭാവമുള്ള ആൾക്കാർക്ക് ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാവില്ല. ഇതൊന്നും പറഞ്ഞ തലയിൽ കയറില്ല എന്നാണ് പറയുന്നത്. ഭഗവാന്റെ ആ ആധ്യാത്മിക ശരീരത്തിനെ പറ്റി പറഞ്ഞു കൊടുത്താലും അവർക്ക് മനസ്സിലാവില്ല, അവർക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് അടുത്ത ശ്ലോകത്തിൽ ക്ലിയർ ആയിട്ട് ഭഗവാൻ പറയുന്നു എന്നാണ്. അപ്പോൾ എന്തെങ്കിലും ഈ ശ്ലോകത്തിനെ പറ്റിയിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ കമന്റ്സോ ഉണ്ടോ? ഹരേഷ്ണ പ്രഭുജി, അപ്പൊ ചില ദിവ്യന്മാരൊക്കെ ഈ ഭാവിയില് ചില ദിവ്യന്മാരുണ്ടല്ലോ, ദിവ്യ ആൾക്കാര്, അവര് പറഞ്ഞല്ലോ ഭാവിനെ പറ്റിയിട്ടൊക്കെ പറയണ്ടല്ലോ, അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു. നമ്മളെ എന്താണ് ഒരു അവധൂത ഉണ്ടല്ലോ, എന്താണ് ആ പേര് ഞാൻ മറന്നുപോയി. അയാൾ ഇതുമാതിരി പോയപ്പോ, ഹിമാലയത്തിൽ പോയപ്പോ അയാൾ ഒരു സന്യാസിനെ കണ്ടു. അയാള് കാണിച്ചു കൊടുത്തു. അപ്പൊ അയാളൊന്ന് സ്പർശിച്ചപ്പോ ഇത് അയാൾ തപസ് ചെറുപ്പത്തിൽ പണ്ട് കഴിഞ്ഞ ജന്മത്തിലിരുന്ന ഗുഹയായിരുന്നു, ഇവിടെ ഞാൻ തപസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആൾക്ക് ഓർമ്മ. പിന്നെ അയാൾ അങ്ങനെ ആയിട്ട് പോയത്. മുസ്ലിമാണ് ആളിപ്പോ ഹിന്ദുക്കൾ പറയുന്നതാണ്. ആളവിടെ വന്നിട്ടുണ്ട്, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല ആൾ എവിടെയാന്ന്. അപ്പൊ അങ്ങനെയുള്ള അവധൂതന്മാർക്ക് ഇത് പറ്റുന്നുണ്ട്. ഭാവി കഴിഞ്ഞ കാര്യങ്ങൾ ഇനി വരാൻ പോകുന്നതൊക്കെ പറയാൻ കഴിയും. അങ്ങനെ ചില ആൾക്കാർക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സിദ്ധി ആ അഷ്ടാംഗ യോഗത്തിലൂടെ സ്ഥാപിച്ചെടുക്കാൻ പറ്റും. അതെല്ലാം ഭൗതിക തലത്തിലുള്ള സിദ്ധിയാണെന്ന് മനസ്സിലാക്കണം. ഇതൊന്നും ആത്മീയമല്ല. അഷ്ടസിദ്ധി പ്രാപിക്കാനുള്ള യോഗ പ്രാക്ടീസസ് ഉണ്ട്. ആ യോഗ പ്രാക്ടീസിൽ നിപുണന്മാരായിട്ട് ആൾക്കാർക്ക് അതിൻ്റെ ആ ശരിക്കുള്ള പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആർജിച്ചെടുക്കാൻ പറ്റുന്നുള്ളൂ. ഈവൻ നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ അതുകൊണ്ട് നമുക്ക് മുക്തി കിട്ടില്ല. ജനന മരണ ചക്രത്തിൽ നിന്ന് നമുക്ക് പുറത്തു പോകാൻ പറ്റില്ല. ഇപ്പൊ തന്നെ ഇഷ്ടംപോലെ ഇപ്പോൾ പ്രയാഗില് കുംഭമേളയില് ഒരുപാട് സിദ്ധി പുരുഷന്മാരുണ്ട്, ഒരുപാട് സിദ്ധി കാണിക്കും. അതുകൊണ്ട് അവർക്ക് ഈ ജനന മരണ ചക്രത്തിൽ നിന്ന് മുക്തി കിട്ടില്ല. അത് സിദ്ധിയാണ്, അത് ഭൗതിക തലത്തിൽ നിന്നാണ്. ഇപ്പോൾ പ്രഭുവിന്റെ മനസ്സിനെ വായിക്കാനുള്ള കഴിവുണ്ടായിരിക്കാം. പ്രഭു എത്ര ദൂരത്ത് നിന്നാലും പ്രഭുവിന്റെ കയ്യിലുള്ള ഒരു സാധനം എനിക്ക് ഒരു 2 കിലോമീറ്ററോ അല്ലെങ്കിൽ 2000 മൈൽ അകലെ നിന്നിട്ട് പ്രഭുവിന്റെ കയ്യിലുള്ള കാര്യം എടുക്കാൻ പറ്റും. അപ്പൊ പ്രഭുവിന്റെ കയ്യിൽ ഒരു വാച്ചിന് വിചാരിക്കുക, ആ വാച്ചിനെ 2000 മൈൽ, ഇപ്പൊ നമ്മളിപ്പോ ഡിസ്റ്റൻസ് ഫോർ എക്സാമ്പിൾ ഏകദേശം 5 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ നമ്മൾ അല്ലെ ഫിസിക്കലി എൻ്റെ വീടും പ്രഭുവിന്റെ വീടും. അപ്പൊ എനിക്കൊരു സിദ്ധി ഉണ്ടെങ്കിൽ പ്രഭുവിന്റെ വീട്ടിലൊരു സാധനം എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ഇവിടെ കൊണ്ടുവരാൻ പറ്റും. അത് സിദ്ധിയാണ്. ആ സിദ്ധി ഉള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റും. മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാൻ പറ്റും. കഴിഞ്ഞ ജന്മത്തിൽ എന്താണ്, ഈവൻ ആസ്ട്രോളജി ഉണ്ട്, പറയാൻ പറ്റും ശരിക്കും പറഞ്ഞ് അല്ലേ. ആസ്ട്രോണമിക്കൽ കാൽക്കുലേഷൻ വെച്ചിട്ട് ആസ്ട്രോളജി അത് ചെയ്യാൻ പറ്റും. എന്തായിരുന്നു കഴിഞ്ഞ ജന്മത്തിലെ, അടുത്ത ജന്മത്തിൽ എന്താവും പോണു, എന്താണ് ഫ്യൂച്ചർ, ഇതൊക്കെ പറയാൻ പറ്റും, പ്രഡിക്ഷൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതെല്ലാം ഒരു കഴിവ്. ഇതൊരു ഒന്ന് സിദ്ധി, അവരുടെ യോഗ പ്രാക്ടീസ് ഉണ്ട്, ഒന്ന് ജ്ഞാനം. അപ്പൊ ഇതൊക്കെ പക്ഷെ ഇതുകൊണ്ട് നമുക്ക് മുക്തി കിട്ടുന്നില്ല, സംസാര സാഗരം കടന്ന് പോകാൻ പറ്റില്ല, അത്രയേ ഉള്ളൂ. അപ്പൊ അങ്ങനത്തെ സിദ്ധി പുരുഷന്മാർ ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും കുറവാണ്. ഇപ്പോഴ് കപട സിദ്ധി പുരുഷന്മാരാണുള്ളത്, വളരെ കുറവേ നല്ല സിദ്ധി പുരുഷന്മാരുള്ളൂ. കാരണം കലിയുഗമാണ്. അന്നത്തെ കാലത്ത് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റും. ഇപ്പൊ സത്യയുഗത്തിലൊക്കെ ആണെങ്കിൽ ഇതെല്ലാം അത്രയും പെർഫെക്റ്റ് ആയിരുന്നു, നല്ല ആൾക്കാർ ഡിവോട്ടീസ് ആയിരുന്നു. ഓക്കെ പ്രഭു. വേറെന്തെങ്കിലും? ഹരേഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. അപ്പൊ ഈ അദ്വൈതം എന്ന് വെച്ചാല് രണ്ടല്ല എന്നാണല്ലോ പറയണത്, ഭഗവാൻ ഒന്നാണ്. അപ്പൊ നമ്മളൊക്കെ രണ്ട്, അതായത് നമ്മൾ ആത്മാവും ശരീരവും അങ്ങനെ ആ ഒരു തലത്തിലാണ് നമ്മള്. അല്ല, അദ്വൈതം പറഞ്ഞാൽ ഭഗവാൻ ഒന്നല്ലോ രണ്ടല്ല. പിന്നെ അദ്വൈതവാദികളുണ്ട്, അത് ഞാനും ഭഗവാൻ ഒന്നാണ്, രണ്ടല്ല ഒന്നാണ് എന്നുള്ള വാദം.
മുമ്പിലേക്ക് വെക്കുന്ന അദ്വൈത സിദ്ധാന്തമുണ്ട്. അതാണ് മായാവാദ ഫിലോസഫി, ശങ്കരാചാര്യരുടെ ഫിലോസഫി. അപ്പൊ ഇവിടെ അദ്വൈതം പറഞ്ഞാൽ ഭഗവാനെ നമ്മൾ പറയുന്നത്, നമ്മളെയും ഭഗവാനെ പറ്റിയല്ല പറയുന്നത്. ഭഗവാൻ രണ്ടല്ല, ഭഗവാൻ ഒന്നേ ഉള്ളൂ. ഭഗവാൻ പല രൂപത്തിലും അവതരിക്കുന്നു. ഒരേ ഒരു ഭഗവാൻ. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ, ഞാൻ നാടകത്തിൽ അഭിനയിക്കുകയാണ് ഒരു പോലീസ് വേഷത്തിൽ. ഞാൻ ഒരാളാണ്, പക്ഷെ വേഷം മാറിയിട്ട് പോലീസായിട്ട് വന്നു. നാളെ ഡോക്ടറായിട്ട് വരും, മറ്റന്നാൾ കള്ളനായിട്ട് വരും. ആളൊന്നാണ്, കപട മനുഷ്യ, കപട വേഷത്തിൽ വരികയാണ്. മനസ്സിലാവുന്നില്ല, പക്ഷെ ആളൊന്നല്ലേ ഉള്ളൂ. അപ്പൊ പല വേഷത്തിലും ഭഗവാൻ പല അവതാരങ്ങളിലും വരുന്നു. പക്ഷെ ഈസ് വൺ പേഴ്സൺ. അദ്ദേഹം എക്സ്പാൻഡ് ചെയ്യുന്നു, പക്ഷെ സ്വയം ഇവിടെ ഇറങ്ങി വരുന്നു, അതേപോലെ ഇറങ്ങി വരുന്നു. എക്സ്പാൻഷൻ പല രൂപത്തിലും പല ഭാവത്തിലും ഇവിടെ വരുന്നു, പക്ഷേ ഈസ് വൺ പേഴ്സൺ. അപ്പൊ അതുകൊണ്ട് അദ്വൈതം പറഞ്ഞാൽ വൺ വിത്തൗട്ട് സെക്കൻഡ്, രണ്ടല്ല ഒന്നാണ്. ഇതാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് അവര് അങ്ങനെ പറയണത് നമ്മളും ഭഗവാനും ഒന്നാണെന്ന് പറയുന്നത് അവരുടെ ഫിലോസഫി. അവര് അദ്വൈതത്തിന് എടുത്തതിന്റെ രണ്ടല്ല, ഞാനും, അതായത് ജീവാത്മാവും പരമാത്മാവും രണ്ടല്ല ഒന്നാണ് എന്നുള്ള ഫിലോസഫി അവർ പറയുന്നത്, മായാവാദ ഫിലോസഫി. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സൂര്യനും സൂര്യന്റെ കിരണവും ഒന്നാണോ? അല്ല. സൂര്യൻ ആകത്തുക തരുന്ന അതിൻ്റെ വെളിച്ചവും അതിൻ്റെ എനർജി, ഊർജവും ആണോ ഒരു രശ്മി തരുന്നത്? അല്ല, നമ്മൾ രശ്മിയാണ് സൂര്യന്റെ. അപ്പോൾ ഒരു രശ്മി സൂര്യന് സമമാവില്ല. പാർട്ട് ആൻഡ് പാർസലാണ്. ഒരു കേക്കിനെ 10 കഷ്ണമായിട്ട് മുറിച്ചാൽ ഒരു പീസ് ഒരു കേക്കിന് തുല്യമാണോ? അല്ല. അതേപോലെ സൂര്യന്റെ കിരണങ്ങളും സൂര്യനും അത് ഒരേ എനർജി, ഒരേ വെളിച്ചം തരുന്നില്ല. പക്ഷെ അതിലുണ്ട് എനർജി, കിരണത്തിലുണ്ട് എനർജി, അതിലുണ്ട് ലൈറ്റ്, പക്ഷെ ക്വാണ്ടിറ്റിയിൽ കുറവുണ്ട്. അപ്പൊ നമ്മൾ അതേപോലെ പാർട്ട് ആൻഡ് പാർസലാണ്. ഭഗവാന്റെ പാർട്ട് ആൻഡ് പാർസലാണ്. പാർട്ട് ആൻഡ് പാർസൽ എപ്പോഴും സബോർഡിനേറ്റ് ആണ്, ഇൻഫീരിയർ ആണ്. ഭഗവാന് സമമായിട്ട് കാണാൻ പാടില്ല. ദ്വൈത സിദ്ധാന്തം തന്നെയല്ലേ പറയണത്? ഏത് ദ്വൈത സിദ്ധാന്തല്ലേ നമ്മൾ ഫോളോ ചെയ്യുന്നത്? ദ്വൈതം പറഞ്ഞത് നമ്മൾ രണ്ടാണ്. അതല്ലേ ഫോളോ? ഭഗവാൻ ഒന്ന്, നമ്മൾ ഭഗവാന്റെ പാർട്ട് ആൻഡ് പാർസൽ. നമ്മൾ ഒരിക്കലും ഒന്നല്ല. അതാണ് ദ്വൈതം. നമ്മൾ രണ്ടാണ്, ഒരിക്കലും ഒന്നല്ല. നമ്മൾ ഒരിക്കലും ഒന്നാവാൻ പറ്റൂല. ഭഗവാൻ ഈസ് സെപ്പറേറ്റ് ആൻഡ് ജീവാത്മ പാർട്ട് ആൻഡ് പാർസൽ ഈസ് ആൾവേസ് സെപ്പറേറ്റ്. നമ്മൾ ഒരിക്കലും ഒന്നാവുന്നില്ല. എപ്പോഴും നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി നമ്മൾ കീപ്പപ്പ് ചെയ്യുക. അതിനാണ് ആ ശ്ലോകം ഞാൻ പറഞ്ഞത്, നത്വേവാഹം ജാതുനാശം നത്വം നേമേ ജനാധിമ. ഓക്കെ, നമ്മളുണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു, അർജുന നീ ഉണ്ടായിരുന്നു, ഈ കാണുന്ന രാജകന്മാർക്കുണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, ഇനി ഫ്യൂച്ചറിലും ഉണ്ടാവും. അതായത് നമ്മൾ എറ്റേണൽ ആണ്. ഒരിക്കലും നമ്മൾ ഒന്നാകുന്നില്ല. നമ്മളെപ്പോഴും നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി, ഐഡന്റിറ്റി മെയിൻറ്റെയിൻ ചെയ്യും. നമ്മൾ ഒരിക്കലും, അതിന് പറയുന്ന ഒരു ഉദാഹരണം, എല്ലാ നദികളും ഒരു സാഗരത്തിൽ ചെന്ന് ചേരുന്നു. അതേപോലെ നമ്മളും ജീവാത്മാക്കളും പരമാത്മാവിൽ ചെന്ന് ചേരുന്നു എന്നാണ് മായാവാദ ഫിലോസഫി പറയുന്നത്. പക്ഷേ പ്രഭുപാദ പറയുന്നു, യെസ്, ശരിയാണ്, എല്ലാ നദികളും സാഗരത്തിൽ ചെന്ന് ചേരുന്നു. പക്ഷെ ആ നദികളിലുള്ള ഷാർക്സ്, മത്സ്യങ്ങള്, മറ്റ് അക്വാറ്റിക്സ് ആണ് നമ്മൾ. അപ്പോൾ നമ്മളെല്ലാം ഈ നദിയുടെ കൂടെ സാഗരത്തിൽ ചെന്ന് ചേർന്നാലും ശരി, ഈ മത്സ്യങ്ങളും മറ്റുള്ള ജലജീവികളൊന്നും അതിൽ മേർജ് ചെയ്യുന്നില്ല. അവരുടെ ഇൻഡിവിജ്വാലിറ്റി അപ്പോഴും ഉണ്ട്. നദിയിലായാലും ശരി, സാഗരത്തിലായാലും ശരി, അപ്പോഴും അവരുടെ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. അവർ മേർജ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ ദൂരത്തുനിന്ന് ഒരു മരത്തില്, ഒരു പക്ഷി ഒരു മരത്തില് ചെന്ന് ഇരിക്കുകയാണ്, വലിയൊരു മരത്തില്, പച്ചയാണ്, പക്ഷിയും പച്ചയാണ്. നമ്മൾ പറയോ ആ പക്ഷി മരത്തിൽ ലയിച്ചു എന്ന് പറയാൻ പറ്റുമോ? നമുക്ക് കാണുന്നില്ല. നമുക്ക് പക്ഷിയെ കാരണം അത്രയും വലിയ മരം നിറച്ചും പച്ച ഇലകളുള്ള ആ ഒരു മരത്തില് ഒരു പച്ച പക്ഷി അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നാൽ പക്ഷി അതിൽ ലയിച്ചു പറയാൻ പറ്റുമോ? ലയിച്ചിട്ടില്ല. പക്ഷി അവിടെ ഇപ്പോഴും ഉണ്ട്, പക്ഷിയുടെ ഐഡന്റിറ്റി ഉണ്ട്. നമ്മൾ വളരെ സൂക്ഷിച്ച് നോക്കിയാൽ, അടുത്ത് ചെന്ന് നോക്കിയാൽ അറിയാം ആ ശാഖയിൽ പക്ഷി ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരിക്കലും ഭഗവാനെ ലയിക്കുന്നില്ല. നമ്മുടെ ഇൻഡിവിജ്വൽ ആണ്, സനാതനമാണ്. അതാണ് നമ്മൾ സനാതനം, എറ്റേണലാണ്. നമ്മൾ ഒരിക്കലും ഉണ്ടായിട്ടുമില്ല, ഒരിക്കലും അവസാനിക്കുന്നില്ല. നമ്മൾ ആദ്യമില്ല, മധ്യമില്ല, അന്ത്യമില്ല. അതാണ് സനാതനം പറയുന്നത്.
എറ്റേണൽ. ഈ സായുജ്യത്തിലല്ലേ ലയനം എന്ന് പറയുന്നത്? എല്ലാവരുടെയും കൺഫ്യൂഷനാണ്. സായുജ്യത്തിൽ ലയനം എന്ന് പറഞ്ഞ് ലയിക്കുന്നില്ല ഏകേ, അതൊരു വിശ്വാസം മാത്രമാണ്. ഫോർ എക്സാമ്പിൾ, ഒരു റൂമില് ഒരു 10 പേര് വന്നു, ഒക്കെ വാതിലടച്ചു. അപ്പൊ പുറമെ നിൽക്കുന്ന ഒരു വ്യക്തി പറയാണ് ഈ 10 പേരും ഈ റൂമിൽ ലയിച്ചു എന്ന് പറഞ്ഞാൽ ശരിയായോ? ലയിച്ചിട്ടില്ല. 10 പേരും റൂമിലുണ്ട് ഇൻഡിവിജ്വൽ ആയിട്ട്. അതേപോലെ ഈ മുക്താത്മാക്കള്, അതായത് മുക്തി കിട്ടിയിട്ട്, ഇവിടുന്ന് സായുജ്യ മുക്തി കിട്ടിയിട്ട് ബ്രഹ്മജ്യോതിയിൽ പോയാലും അവരവരുടെ ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ നിൽക്കും. പക്ഷെ എന്താണ്, അവര് അവിടെ ആക്റ്റീവ് അല്ല എന്ന് മാത്രം, ഡോർമന്റ് ആയിട്ട് നിൽക്കും. അത്ര വ്യത്യാസമുള്ളൂ. അവരുടെ ഇൻഡിവിജ്വാലിറ്റി ഇപ്പോ ഈവൻ ഇപ്പൊ സൂര്യനിലെ ഈ സൂര്യൻ ഉണ്ടായിരുന്ന ഒരുപാട് രശ്മികളെ കൊണ്ടാണ്, ഒരുപാട് റേസ് കൊണ്ടാണ്. അപ്പൊ ആ റേസ് ഒക്കെ അതിന് ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. നമുക്കും ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. അപ്പൊ നമ്മുടെ ശരീരം വിട്ട് നമ്മൾ മുക്തി കിട്ടിയിട്ട് നമ്മൾ ബ്രഹ്മജ്യോതിയിൽ പോയാലും നമ്മളെല്ലാം ആ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ അവിടെ ഡോർമെന്റ് ആയിട്ട്, യാതൊരു സേവയില്ലാണ്ട് നമ്മള് ഒരു ന്യൂട്രൽ ആയിട്ട് അവിടെ നിൽക്കും. പിന്നെ എപ്പോഴാണോ ആഗ്രഹം ഉണരുന്നത് സേവ ചെയ്യണം, അപ്പൊ മാത്രമേ വരുള്ളൂ. അത് ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ഇയേഴ്സ് അവിടെ നമ്മൾ അങ്ങനെ ഡോർമെന്റ് ആയിട്ട്, നമുക്ക് ആങ്സൈറ്റി ഉണ്ടാവില്ല, ആനന്ദം ഉണ്ടാവില്ല. അവിടെ ആനന്ദമാണെന്നുണ്ടെങ്കിൽ സേവനം ചെയ്യണം. ആ സേവനത്തിലൂടെ മാത്രമേ ആനന്ദം കിട്ടുള്ളൂ. അങ്ങനെ ആനന്ദം കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹം ജനിക്കുമ്പോൾ തിരിച്ചു വരും. എന്നിട്ട് ഭക്തനായിട്ട് തിരിച്ച് വൈകുണ്ഠത്തിലോ ഗോലോകത്തിലോ പോയിട്ട് ഭഗവാന്റെ സേവയിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് ആനന്ദം കിട്ടും. അപ്പൊ ഇത് 11ാമത്തെ 10ാമത്തെ അധ്യായത്തില് കാൻഡോയിലാണ് ഇത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത്. ഈവൻ സായുജ്യത്തിൽ പോയ ആൾക്കാരെ അവർ മെർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തിരിച്ചു വരാ? ഭഗവാനിൽ മെർജ് ചെയ്യാ വിചാരിക്കുക, പിന്നെ തിരിച്ചു വരല്ലോ. മെർജ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് അവർ വീണ്ടും ഫോൾ ഡൗൺ ആവുന്നത്. പതന്തി അതഹ ഒരു ശ്ലോകത്തിലുണ്ട്. പതന്തി പറഞ്ഞാൽ ഫോൾ ഡൗൺ അഗെയിൻ ഫ്രം ദ ബ്രഹ്മജ്യോതി. ഫോൾ ഡൗൺ ചെയ്തിട്ട് വീണ്ടും ഭക്തിയുടെ സേവനം ചെയ്യണം അല്ലേ? എന്നിട്ട് പോകാൻ പറ്റുള്ളൂ. എന്നിട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഭഗവാന്റെ സ്പെഷ്യൽ മേഴ്സി വേണം. അങ്ങനെ സ്പെഷ്യൽ ആൾക്കാർക്ക് അതൊക്കെ ഭഗവാന്റെ പ്രൊറോഗേറ്റീവ് ആണ്, ഭഗവാന്റെ ഡിസിഷനാണ് എങ്ങനെ കൊണ്ടുവന്നല്ലോ. പക്ഷെ എങ്കിലും സേവനം ചെയ്യാനുള്ള താല്പര്യം വന്നാൽ മാത്രമേ ആ വൈകുണ്ഠത്തിലേക്ക് പോകാൻ പറ്റൂ, ബ്രഹ്മജ്യോതിന്ന്. അല്ലാണ്ട് പോകാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് മിക്ക ആൾക്കാരും കുറേ കാലം കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞുതരാം ഏതാണെന്ന്, ഒരു മിനിറ്റ്, ഏത് ശ്ലോകം എന്ന് പറഞ്ഞുതരാം. Yeah, 11.5.5 തോന്നുന്നു. ഒറ്റ മിനിറ്റ്. അതല്ല, 11 ഉണ്ട്. ഓക്കെ, ഞാൻ പിന്നെ പറഞ്ഞുതരാം, എനിക്ക് ഓർമ്മയില്ല ഏതാ. 11ാണ് തോന്നുന്നത്. ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്, ഇതിലുണ്ടാവും. ഞാൻ പിന്നെ എടുത്തു തരാം, എനിക്ക് ഓർമ്മയില്ല. എന്തായാലും അതിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. പ്രഭുപാദ പർപ്പോട്ടിൽ ക്ലിയർ ആയിട്ട് എഴുതുന്നുണ്ട്. ഈവൻ അവർ മുക്തി കിട്ടിയിട്ട് സായുജ്യ അതായത് ബ്രഹ്മജ്യോതിയിൽ പോയാലും ശരി,
കുറേ കാലത്തിന് ശേഷം അവർക്ക് ആഗ്രഹം ജനിക്കുമ്പോൾ അവർ തിരിച്ചു വീഴും. പതന്തി എന്ന് വളരെ സ്പെഷ്യലായിട്ട് പറയുന്നുണ്ട്. അത് ഞാൻ എടുത്ത് പറഞ്ഞുതരാം ഏത് ശ്ലോകമാണെന്ന്. അപ്പൊ ബ്രഹ്മജ്യോതിയിൽ പോയിട്ട് എങ്ങനെയാണ് അവര് നിലനിൽക്കുന്നത്? അപ്പോ ബ്രഹ്മജ്യോതിയിൽ പോയിട്ട് എങ്ങനെയാണ് നിലനിൽക്കുന്നത്? എങ്ങനെയാണ് നിലനിൽക്കുന്നത് അവിടെ? ഒന്നുമില്ല, ഡോർമെന്റ് ആയിട്ട്, ന്യൂട്രൽ ആയിട്ട്, ഒന്നുമില്ല, ഒരു ചെവിയില്ല. അവർക്ക് യാതൊരു ഒരു ആങ്സൈറ്റി ഇല്ല, പീസ് ഓഫ് മൈൻഡ് ആണ്, ഒരു തലവേദനയില്ല. ഇവിടെ നമ്മൾ ഭൗതിക ലോകത്തില് കഥം യത് വിപദം എന്നല്ല പറയുന്നത്. ഈ ഓരോ സ്റ്റെപ്പിലും നമുക്ക് ഡേഞ്ചർ ആണ്. അവിടെ യാതൊന്നുമില്ല. അവിടെ അതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല. അല്ല, അപ്പൊ അവിടെ ആത്മാവിന് ആ, ശരീരം ഉണ്ട്, ആത്മാവിന്റെ ശരീരമില്ല അതിന്. സ്പിരിച്വൽ ബോഡി തന്നെ ഉള്ളൂ. പക്ഷേ അവിടെ സേവനമില്ല. തന്റെ സ്വരൂപം കിട്ടില്ല. സ്വരൂപം കിട്ടണമെന്നുണ്ടെങ്കിൽ സേവയ്ക്ക് ഉണ്ടെങ്കിൽ മാത്രമേ സ്വരൂപം കിട്ടുള്ളൂ. അത് വൈകുണ്ഠത്തിലോ അല്ലെങ്കിൽ ഗോലോകത്തിലോ കിട്ടുള്ളൂ. അപ്പോൾ ആസ് എ പാർട്ട്, ഒരു ആറ്റമായിട്ട്, സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഇതിൽ അവിടെ നിൽക്കും. സോൾ തന്നെ, സ്പിരിച്വൽ ബോഡി കിട്ടും. സ്പിരിച്വൽ സോളായിട്ട്. സ്പിരിച്വൽ ബോഡി കിട്ടില്ല. കാരണം സ്പിരിച്വൽ ബോഡി സേവനത്തിന് മാത്രമേ കിട്ടുള്ളൂ. ഒരു പാർട്ടായിട്ട് സോളിന് അങ്ങനെ കിട്ടാൻ പറ്റുമോ ബോഡി ഇല്ലാണ്ട്? ഇല്ല, സ്പിരിച്വൽ സീഡായിട്ട് കിട്ടും. സീഡായിട്ടോ? സ്പിരിച്വൽ സീഡ് ഫോമിനായിരിക്കും. കാരണം അവിടെ സേവനം ഇല്ല. സേവനം ഉണ്ടെങ്കിലല്ലേ ശരീരം വേണ്ടു. ആത്മാവിനൊരു രൂപമുണ്ട്, അതുണ്ടാവും. ആത്മാവിന് തന്നെ ഒരു ഫോം ഉണ്ട്. ദാറ്റ് വിൽ ആൾവേസ് ബി ദർ. അപ്പൊ നമുക്കുണ്ട്, നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ അത്രയും മൈന്യൂട്ടായിരിക്കും. പക്ഷെ എപ്പോഴും ഇൻഡിവിജ്വൽ ആണ്. പക്ഷെ ഒരിക്കലും മെർജ് ചെയ്യില്ല. ഇപ്പൊ സ്വരൂപം കിട്ടണമെന്നുണ്ടെങ്കിൽ സേവ ചെയ്യാൻ വേണ്ടി മാത്രമാണ് സ്വരൂപം. അപ്പൊ അത് വൈകുണ്ഠത്തിലോ അല്ലെങ്കിൽ ഗോലോകത്തിലോ ആത്മീയ ലോകത്തിൽ ചെല്ലുമ്പോൾ സ്വരൂപത്തിൽ നമുക്ക് ഭഗവാനെ സേവിക്കാൻ പറ്റും. ഇത് പാർട്ട് ആൻഡ് പാർസലായിട്ട്, സ്പാർക്കായിട്ട്, സ്പിരിറ്റായിട്ട് അവിടെ നിൽക്കും. നമ്മളിപ്പോൾ ഉറങ്ങി കിടക്കുന്ന പോലെ, ഫോർ എക്സാമ്പിൾ, നമ്മൾ ഉറങ്ങി കിടക്കുമ്പോൾ നമുക്ക് വല്ലതും തോന്നുന്നുണ്ടോ? എൻ്റെ കയ്യിൽ പണം ഉണ്ടാവുന്നോ, ഞാൻ പണക്കാരനാണ്, എന്താ പറയുക, പണം ഇല്ലാത്തവനാണ്, ഞാൻ സുന്ദരനാണ്, സുന്ദരിയാണ്, അങ്ങനെ വല്ലതും തോന്നുന്നുണ്ടോ ഓർമ്മ കിടക്കുമ്പോൾ നമുക്ക് നമ്മളെ പറ്റിയിട്ട്? അതേപോലെ ഉറങ്ങി കിടക്കുകയാണ്, ഒന്നും അറിയില്ല. അതിനാണ് ഡോർമെന്റ്. ഇപ്പോൾ ഈ ബാങ്കിലെ അക്കൗണ്ട് ഒക്കെ ഡോർമെന്റ് ആക്കുക എന്ന് പറയും. ഡോർമെന്റ് അക്കൗണ്ട് നമ്മൾ കുറെ കാലം യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അതിനെ മരവിപ്പിക്കും, ഇല്ലേ? അതേപോലെ നമ്മളെ മരവിപ്പിക്കും. ഇപ്പോൾ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി, കുറെ കാലം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രീസറിൽ കൊണ്ടേക്കും, മരവിപ്പിക്കുക ചെയ്യുന്നത്. അപ്പം അതിന് യാതൊരു വ്യത്യാസം വരില്ല. അത് എങ്ങനെ വെച്ചു അതേ പൊസിഷനിൽ 10 കൊല്ലം കഴിഞ്ഞാലും അതേപോലെ ഉണ്ടായിരിക്കും. അത്രയും ഫ്രോസൺ, അത്രയും ആ ഡിഗ്രിയിൽ വെക്കുകയാണെങ്കിൽ. അതേപോലെ നമ്മളുടെ ഇതും ഡോർമെന്റ് ആയിട്ട് ഇരിക്കുക അവിടെ. സായുജ്യമുക്തിക്ക് മാത്രമാണ് ഈ പ്രശ്നമുള്ളൂ അല്ലെ? അതെ, മറ്റേ മുക്തികളൊക്കെ സേവനം ചെയ്യുന്നില്ല. അതൊക്കെ ആധ്യാത്മിക ലോകത്തിലാണ്. ഇത് മാത്രം ഭൗതിക, ഇത് മാത്രം ബ്രഹ്മജ്യോതിയിലാണ്. ഇവര് മുക്തരാണ്. ഇവര് ബദ്ധാത്മാക്കളല്ല, ഇവര് മുക്തരാണ്. പക്ഷെ എന്താണ്, ഭഗവാനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, ഭഗവാന്റെ രൂപത്തിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, ഭഗവാന്റെ സേവ ചെയ്യുന്നില്ലാത്തതുകൊണ്ട് അവരിങ്ങനെ ഒരു പൊസിഷനിൽ പോകുന്നത് മാത്രം. അത് എപ്പോ ആഗ്രഹം ജനിക്കുന്നു അപ്പോ അവർക്ക് ഭക്തന്മാരായിട്ട് മാറിയിട്ട് പിന്നെ സേവനം ചെയ്യാൻ, പിന്നെ അവർ അധ്യാത്മ ലോകത്തിൽ പോകും. അപ്പൊ ഇത് ഈ സായുജ്യ മുക്തി പറഞ്ഞാൽ സ്പിരിച്വൽ സൂയിസൈഡ് എന്നാ പറയുന്നത്. അതായത് ആധ്യാത്മിക ആത്മഹത്യ. സ്പിരിച്വൽ സൂയിസൈഡാണ് എന്ത് ഈ സായുജ്യ മുക്തി. സ്പിരിച്വൽ, നമ്മളുടെ ആധ്യാത്മിക ആത്മഹത്യ. ബ്രഹ്മജ്യോതി എന്ന് പറയുന്നതും മറ്റേ ആത്മീയ ലോകത്ത് തന്നെയല്ലേ പറഞ്ഞത്? അതെ, ബ്രഹ്മജ്യോതി ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ആ പ്രഭ ജ്യോതി. ഈ ഭൗതിക പ്രപഞ്ചത്തിൽ നിന്ന് കടന്നിട്ട് തന്നെയല്ലേ? അതെ, ഭൗതിക അതായത് യൂണിവേഴ്സിന്റെ പുറത്താണ്, യൂണിവേഴ്സിന്റെ ഉള്ളിലല്ല, യൂണിവേഴ്സിന്റെ പുറത്ത്. എന്നാലും വൈകുണ്ഠത്തിലേക്ക് എത്തിയിട്ടില്ല. ഇല്ല 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 ഇല്ല, ഒരു ഇൻ ബിറ്റ്വീൻ. നമ്മുടെ ഇവിടെ ഇതിലേക്ക് വരുമ്പോഴും നമ്മൾ ആ ഒരു മുക്തിനെ കുറിച്ചിട്ടാണ് മുഴുവൻ കേട്ടുള്ളത്. കേൾക്കാൻ കാരണം ഇവിടെ ഏത് സിദ്ധാന്താണ് കൂടുതൽ പ്രചരിപ്പിച്ചിരിക്കുന്നത്? ശങ്കരാചാര്യരുടെ, അല്ലേ? അതായത്
4 സ്ഥലത്തും കുറ്റിയടിച്ചിട്ടുണ്ട് ശങ്കരാചാര്യര്. അപ്പൊ ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് ആൻഡ് നോർത്ത് 4 സ്ഥലത്തും. അപ്പൊ ഈ ഇന്ത്യ മഹാരാജ്യം മുഴുവനെ മെയിൻ ആയിട്ടുള്ള ഫിലോസഫി അദ്വൈത ഫിലോസഫിയാണ്. അപ്പോൾ അദ്വൈത ഫിലോസഫിയുടെ മെയിൻ ആയിട്ട് എന്താ സായുജ്യ മുക്തിയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ എല്ലാം കൂടുതൽ കേൾക്കുന്നത്. എവിടെ പോയാലും അതാണ്. ബദ്രിനാഥിൽ പോയാലും അത് തന്നെയാണ്. രാമേശ്വരത്ത് ഇവിടെ വന്നാലും ശരി, ഇവിടെ ശൃംഗേരി, ദ്വാരക, ബദ്രിനാഥ്, പിന്നെ ഇവിടെ മറ്റേതെവിടെ, പുരി, ഇവിടെയൊക്കെ ആ ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ടുണ്ട് ഈ സമ്പ്രദായത്തിൻ്റെ. അപ്പൊ അതുകൊണ്ട് കൂടുതൽ ഇത് തന്നെയാണ്. അപ്പൊ വൈഷ്ണവ സമ്പ്രദായം വളരെ ലിമിറ്റഡ് ആയിട്ടാണത്. അപ്പോൾ ബുദ്ധിസത്തിനെ തോൽപ്പിച്ച് അതിനെ ഖണ്ഡിച്ച് വീണ്ടും വേദങ്ങളെ റീഇൻസ്റ്റേറ്റ് ചെയ്ത് രാമാനുജാചാര്യാണ്. അപ്പൊ അത് പറന്ന് പന്തലിച്ചു. പിന്നീട് വന്നു വൈഷ്ണവിസം, രാമാനുജാചാര്യം, മാധവാചാര്യം, ചൈതന്യ മഹാപ്രഭു. അതൊക്കെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ചില സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നു, പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇത്രയും ആയിട്ടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് മുക്തി എന്ന് പറഞ്ഞാൽ, പക്ഷെ ഭാഗവത പ്രകാരം 4 മുക്തിയുള്ളൂ. മറ്റതിന് ഇമ്പോർട്ടൻസേ കൊടുക്കുന്നില്ല. സായുജ്യ മുക്തിക്ക് അത് മുക്തിയിൽ കണക്കാക്കുന്നില്ല വൈഷ്ണവന്മാര്. ഇതാണ് വ്യത്യാസം. ഹരേ കൃഷ്ണ പ്രഭു. അപ്പൊ ഈ ലോകത്ത് ഞാൻ പോയടുത്ത് ഇവിടെ മൊത്തം ഈ ഇവരാണല്ലോ ഉള്ളത്, ശങ്കരാചാര്യ ആൾക്കാരാണ്. ആകെ ഹരേ കൃഷ്ണരെ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ഹരേ കൃഷ്ണ എന്നിട്ടുണ്ടോ, ബാക്കി കംപ്ലീറ്റ് അല്ലല്ല. ഈ ഒരു ഇതിലാണ് കംപ്ലീറ്റ് ആൾക്കാർ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിച്ചെന്നെ അഗ്നി എല്ലാരും മുന്നിൽ ചുടലക്കളം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹോമം കൊണ്ട് അവർ അഗ്നിനെ ആരാധിക്കുന്ന, ശക്തിനെ, ശിവനെ, വിഷ്ണുവിനെ, 3 ഒരു മെയിനായിട്ട് ആരാധിക്കുന്നത്. പക്ഷെ കൂടുതൽ ആരാധിക്കുന്നത് ശിവനെയും ഈ ശക്തിനെയാണ് ഇവർ ആരാധിക്കുന്നത്. മിക്കതുവരും ഇപ്പൊ ഈ നാഗസന്യാസിമാര് കണ്ട് കംപ്ലീറ്റ് ആൾക്കാർ ശക്തിനെയാണ്, അവര് അഗ്നിനെ ആരാധിച്ചിട്ട് ഈ ഇതുമാതിരി ഹോമകുണ്ടത്തിന്റെ ഇരിക്കുകയാണ് ഇവർ എപ്പോഴും ചെയ്യുന്നത്. ഈ അവരൊക്കെ പ്രഭുജി പഞ്ചോപാസന ചെയ്യുന്ന ആൾക്കാരാണ്. പഞ്ചോപാസന ചെയ്യുന്ന ആൾക്കാരാണ്. പഞ്ചോപാസനയിൽ ഇവരെല്ലാം ഒരു, ഫോർ എക്സാമ്പിൾ എന്താ പറയുന്നത്, വിഷ്ണു, ശിവൻ, ദേവി, പിന്നെ അതിന് ശക്തി ഗണപതി, ഇന്ദ്രൻ അല്ലെങ്കിൽ സൂര്യൻ, അങ്ങനെ ഇതാണ് മെയിൻ ആയിട്ടുള്ളത്. ഇവരെല്ലാം ഈക്വൽ ആയിട്ട് കാണുന്നു. പിന്നെ ഈ നാഗസന്യാസി, മറ്റേ അഘോരി, ഇതൊക്കെ വളരെ ഈ സമയത്ത് മാത്രമേ പുറത്തുള്ളൂ. അവർ കൺഫൈൻ ടു ഹിമാലയാസ് ആൻഡ് ഫോറസ്റ്റ് ആൻഡ് അതർ പ്ലേസസ്. അവർ മിങ്കിൾ ചെയ്യില്ല. അവര് പറഞ്ഞു. ഞാൻ താമസിച്ച ഒരു ഗുരുവിന്റെ അടുത്ത് താമസിച്ചപ്പോ അവിടെ ചോദിച്ചു എങ്ങനെയാണ്. അപ്പൊ അയാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്യാസം 12 വർഷം, 6 to 12 വർഷമാണ് നമ്മൾ സന്യാസം സ്വീകരിക്കുക, ദീക്ഷ സ്വീകരിക്കുക, ഗുരുവിനെ സ്വീകരിക്കുക. അപ്പൊ ആ ഗുരു നമ്മളോട് പറയാം നമ്മളെ ഗുണങ്ങൾ അനുസരിച്ചിട്ട് 6 to 12. അപ്പൊ അതിൽ ചെന്നെങ്കിൽ നമ്മൾ 6 വർഷം, ചില 12 വർഷം വരെ ചിലപ്പോ നമ്മള് ഈ കാട്ടിൽ തന്നെ പോയി താമസിക്കും. കാട്ടിൽ കൊടുങ്കാട്ടല്ല, കാട് പോലത്തെ ആശ്രമം കെട്ടിയിട്ട് താമസിച്ചിട്ട് ഒരു നേരം ഭിക്ഷയാഴ്ച ഭക്ഷണം കഴിച്ചിട്ട് അവിടെ തന്നെ നമുക്ക് തന്ന മന്ത്രം ഉപാസനയും കൊണ്ട് നമ്മൾ അവിടെ കഴിയണം. എന്നിട്ട് നമുക്കൊരു മനസ്സിൽ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഒരു ഉൾവിളി അറിയില്ല, ഒരു മാനസിക വരും. അപ്പൊ ഗുരുവിനെ അറിയാതാണ്. അപ്പൊ ഗുരു മനസ്സിൽ നിശ്ചയിക്കുമ്പോൾ നമ്മൾ വീണ്ടും ഗുരുവിനെ കാണാൻ വേണ്ടി ചെല്ലും. അങ്ങനെ ഗുരു നമുക്ക് ചെന്നാല് പഞ്ചാഗ്നി എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടാകും. പഞ്ചാഗ്നി ചെന്ന് 4 ചുറ്റും ചാണ് ഇട്ടിട്ട് കത്തിച്ചിട്ട് അതിന്റെ നടുക്കില് മുകളിൽ സൂര്യൻ, അങ്ങനെ എന്നിട്ട് 12 മണിക്കൂർ സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്ന ആരൊക്കെ പഞ്ചാഗ്നി ക്രിയ ചെയ്തിട്ട് ശക്തി നമ്മളെ ശരീരത്തിന് പഞ്ചഭൂതങ്ങളുടെ ശക്തി വരുത്തിയതിനു ശേഷം നമ്മളെ അപ്പൊ നമ്മള് സന്യാസം സ്വീകരിച്ചതിന് ശേഷം വീണ്ടും ഒരു സന്യാസം ഉണ്ട്, അതിനെന്തോ പേര് പറഞ്ഞു. അത് കഴിഞ്ഞാൽ ആ സന്യാസി പറയും, എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാനാണോ അല്ല ഏകാന്തവാസം പോലെ കാട്ടിൽ താമസിക്കാനാണോ വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ കാട്ടിൽ താമസിക്കുന്ന ആൾക്കാരാണ് ഈ നാഗസന്യാസിമാർ വിവസ്ത്രരായിട്ട്, അവർക്ക് വസ്ത്രം കൊടുക്കുന്നില്ല. അല്ലാത്ത ആൾക്കാർ സമൂഹമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് വസ്ത്രം കൊടുക്കും. ആ വസ്ത്രം ധരിച്ചിട്ട് അവർ സമൂഹ ജനങ്ങളുമായിട്ട് ജനനന്മയ്ക്കും സമൂഹത്തിന്റെ രാഷ്ട്ര നന്മയ്ക്കും വേണ്ടിയിട്ട് അവരിറങ്ങുന്നതാണ്. പിന്നെ ചോദിച്ചാൽ പറഞ്ഞു ഇവരടുത്ത് നാഗസന്യാസിമാരടുത്ത് ഒരു കുന്തം പോലത്തെ സാധനം, മുളവടി പോലത്തെ ഒരു പണിയായിട്ടുണ്ട്. ഞാൻ ചോദിച്ചത് എന്തിനാന്ന് വെച്ചു. അപ്പൊ അവര് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ശസ്ത്രധാരികളാണ്, മറ്റൊരു ശാസ്ത്രധാരികളാണ്. ശസ്ത്രധാരികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഈ ആ മുളവടിയിലാണ് അവരെ ദേവത.
ആ ദേവതേനെ ഉപാസിച്ചിട്ട് അവർ ആ വടിയിലാണ് വെച്ചത്. ആ വടി നിലത്ത് വെക്കില്ല. വടി വെക്കുമ്പോൾ അവർ ആശ്രമത്തിൽ ഒരു കൊടിമാരുണ്ടാവും, വലിയ വലിയ ഇതിലാണ്. ആ കൊടിയുടെ അടുത്താണ് അവർ കൊണ്ടുപോയി വെക്കാന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് എന്തെങ്കിലും ധർമ്മത്തിന് ഹാനി സംഭവിക്കുമ്പോൾ ഈ ആയുധം അവരെടുത്തിട്ട് ഒരു ഭയങ്കര അഭ്യാസികളാണ് ഇവരൊക്കെ. ഈ നാഗസന്യാസികളെ കാണുന്ന പോലെയല്ല, ഭയങ്കര അഭ്യാസങ്ങളൊക്കെ. അവർ ആദ്യ അഭ്യാസം കൊണ്ട് പല ഭയങ്ങളുണ്ട്. നമ്മൾ കാണുന്ന പ്രത്യക്ഷത്തിൽ കാണുന്ന അഭ്യാസം മാത്രമല്ല, മാജിക് കൺകെട്ട് പോലത്തെ പരിപാടിയൊക്കെ അവർക്ക്. അപ്പൊ അതുകൊണ്ട് ശത്രുക്കളെ അവർ നേരിടും. നമ്മളെ ഭാരത ഭൂമിക്ക് എന്തെങ്കിലും അധർമ്മം സംഭവിക്കുമ്പോൾ ഇവരിറങ്ങുന്നു പറഞ്ഞു. അങ്ങനെ കുറെ കഥകളൊക്കെ പറഞ്ഞു. പക്ഷെ ഇവരൊക്കെ ഉപാസിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പൊ എന്നോട് ഞാൻ പറഞ്ഞു, ഞാൻ ഇസ്കോന്റെ കാര്യം പറഞ്ഞു, ഹരകൃഷ്ണനൊക്കെ. അപ്പൊ എന്നോട് പറഞ്ഞു, ഇസ്കോൺ വന്നത് എത്ര കാലമായി? അതിന് മുന്നേ നമ്മുടെ ഭാരത സംസ്കാരം എത്രയോ കൊല്ലങ്ങളുണ്ട് മുന്നുണ്ട്. അപ്പൊ അന്ന് ഇതൊക്കെ ഉണ്ടായിരുന്നില്ലേ? അന്ന് ഇതൊക്കെ ഉണ്ടായിരുന്ന ജനങ്ങൾ, ഈ സന്യാസിമാരും ഇവരൊക്കെ. അത് അവരുടെ തെറ്റിദ്ധാരണയാണ്. ഇസ്കോൺ അല്ല, ഇസ്കോൺ ഇപ്പോഴും വന്നിട്ടുള്ളൂ. സമ്പ്രദായം എത്ര കാലം മുന്നുണ്ട്. ഞാൻ ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു, ഇസ്കോൺ വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ഉണ്ടാക്കുന്നത് വേറെ രീതിയാണ്. പക്ഷെ അതല്ല നമ്മൾ ആരാധിക്കുന്നത്. നമ്മളെ പാരമ്പര്യമായിട്ട് ഈ ശങ്കരാചാര്യർ പറഞ്ഞെന്നുള്ള അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നത്. ശങ്കരാചാര്യരെ അനുയായി ഞാൻ നോക്കിയപ്പോ ശങ്കരാചാര്യത്താണ് മൊത്തം അവിടെ മൊത്തം ബാനറും ഒക്കെ വെച്ചിട്ട് ശങ്കരാചാര്യ തന്നെ. എല്ലാ ആശ്രമത്തിലും ഉണ്ട് ശങ്കരാചാര്യ. അവരെ ചൊല്ലുന്നത് തന്നെയാണ് ശങ്കരാചാര്യ മന്ത്രം ചെയ്യുന്നത്, എല്ലാതും ചെയ്യുന്നത്. അയാൾ ശങ്കരാചാര്യർ പറഞ്ഞ അത് വെച്ചിട്ടാണ് ഇവരൊക്കെ ചെയ്യണത്. അപ്പൊ ഞാൻ ചോദിച്ചു ഇസ്കോൺ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഹരേകൃഷ്ണയിലൊക്കെ ഞങ്ങൾക്ക് എല്ലാവരും ഉണ്ട്. അപ്പൊ ഇസ്കോൺ ഹരേകൃഷ്ണയിൽ ഞാൻ പോയത്. ഹരേകൃഷ്ണ അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അടുത്ത കാലത്ത് ഇപ്പൊ ഈ പ്രഭുപാദിൽ വന്നതിന് ശേഷമാണ് ഇത് പ്രാബല്യത്തിൽ വന്നത്. അതാണ് അവരുടെ തെറ്റിദ്ധാരണ. ഇസ്കോൺ അല്ല അതിന്റെ സോഴ്സ്. ഇത് ഗൗഡിയ വൈഷ്ണവിസ് ആണ്. 500 വർഷം മുമ്പേ ചൈതന്യ മഹാപ്രഭു, അതിന്റെ മുമ്പേ മാധവേന്ദ്രപുരി, അവിടുന്നുണ്ട് ഇത്. അപ്പൊ ഇതിപ്പോ ഇന്നലെ ഇപ്പൊ ഈ 60 വർഷം മുമ്പ് വന്നല്ല. അപ്പൊ ഇത് അവർക്ക് അറിയാഞ്ഞിട്ടുള്ളതാണ് ആക്ച്വലി. അല്ല, അവര് പറഞ്ഞല്ലേ, അവര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എത്രയോ പുരാണം ഭാരതീയ സംസ്കാരം തുടങ്ങുമ്പോഴുള്ള ഒരു ഇതാണ് നമ്മളത്. ഇല്ല ഈ പുരാണം അല്ല, ഈ ശങ്കരാചാര്യരുടെ 1000 വർഷം മുമ്പ്. ശങ്കരാചാര്യരുടെ വന്നു 1200 വർഷം മുമ്പേ. അത് കഴിഞ്ഞ് രാമാനുജാചാര്യർ വന്നു, പിന്നെ മാധവാചാര്യർ വന്നു, പിന്നെ ഗൗഡി വൈഷ്ണവം. അപ്പൊ ഇത് ഭാരതീയ സംസ്കാരം ഇതില് ശങ്കരാചാര്യരുടെ അദ്വൈതവാദം വന്നിട്ട് 1200 വർഷമായിട്ടുള്ളൂ. അതിനു മുമ്പ് ഒരുപാട് ഉണ്ടായിരുന്നു, ഡിഫറെന്റ് പാർട്സ് ഉണ്ടായിരുന്നു. അതിനു മുന്നുണ്ട്, ശങ്കരാചാര്യക്ക് മുന്നുണ്ട് ആൾക്കാര്. അല്ല, ശങ്കരാചാര്യന് മുമ്പേ ഈ പാത്ത് അല്ലായിരുന്നു, വേറെ ഒരുപാട്. ഇപ്പൊ നമ്മുടെ ഈ പ്രഭുപാദരെ പർപ്പൂട്ടിൽ വായിച്ചറിയും, ഒരുപാട് ഡിഫറെന്റ് പാർട്സ് ഉണ്ട്. അവിടെ ഏത്തിസം ഉണ്ട്, അവിടെ നിരീശ്വരവാദികളുണ്ട്. ഈവൻ ഭഗവാന്റെ സമയത്ത് നിരീശ്വരവാദികളുണ്ട്. അപ്പൊ ഡിഫറെന്റ് ഫിലോസഫി അപ്പോഴും ഉണ്ട്. പക്ഷെ എന്താണ് ശരിക്കുള്ള പാത്ത് എന്നുള്ളത് നമുക്ക് ചൈതന്യ മഹാപ്രഭു വന്നിട്ട്. പിന്നെ ഈ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ കുട്ടിച്ചാക്ക, ബഹുതാക്ക, പിന്നെ പരിവരാചാര്യ, പരമഹംസ, ഈ 4 സമ്പ്രദായമാണുള്ളത് സന്യാസിമാരുടെ. അപ്പോൾ ഓരോരുത്തർക്കും, നമുക്കിപ്പോൾ സനാതനം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മൾട്ടി ബ്രാഞ്ച്ഡ് സിസ്റ്റമാണ്, മൾട്ടി ബ്രാഞ്ച്ഡ് സിദ്ധാന്തങ്ങളാണ്. അപ്പോൾ ഓരോരുത്തരും ഒരു ബ്രാഞ്ചിൽ തന്നെ ഒരുപാട് ബ്രാഞ്ചസ് വരും. ഈവൻ ചൈതന്യ മഹാപ്രഭുവിന്റെ ആ സിദ്ധാന്തം നമുക്ക്, ചൈതന്യ മഹാപ്രഭുവിന്റെ ബ്രാഞ്ചസിൽ എത്രയോ ആൾക്കാരുണ്ട്, നിത്യാനന്ദ പ്രഭുവിന്റെ ഇതിൽ ഒരുപാടുണ്ട്, അദ്വൈതാചൻ. അപ്പൊ ഇതൊക്കെ ബ്രാഞ്ച് ഔട്ട് ആയിട്ട് പോകും. അതിലൊക്കെ ഓരോരോ സമ്പ്രദായങ്ങളുണ്ട്. അപ്പൊ ഇതൊന്നും കൂട്ടിയിണക്കാൻ പറ്റില്ല. അവർ ഓരോരുത്തരുടെ സമ്പ്രദായം ഫോളോ ചെയ്യുന്നു. അപ്പൊ ഞാൻ ഒരിക്കലും പറയാൻ പറ്റില്ല എന്റെ സമ്പ്രദായം ശരിയാണ്, അവരും പറയാൻ പറ്റില്ല, അവര് ഒക്കെ ഓരോ വഴി. പിന്നെ ഇതിന് നമ്മളൊക്കെ എന്താ ഇതിൽ നമ്മളുടെ ഒരു ഗുണം എന്ന് വെച്ചാൽ, ചൈതന്യ മഹാപ്രഭുവും ഭഗവാൻ തമ്മിൽ യാതൊരു അന്തരവുമില്ല. അപ്പോൾ ചൈതന്യ മഹാപ്രഭു കലികാലത്തിൽ എന്ത് ചെയ്യണം എന്നുള്ള ആ വളരെ ഷോർട്ടായിട്ടുള്ള ആ പ്രോസസ്സ് നമുക്ക് പറഞ്ഞു തന്ന് ഭഗവാൻ കൃഷ്ണൻ സ്വയം ചൈതന്യ മഹാപ്രഭു വന്നു എന്നുള്ളത് നമുക്ക് ഭാഗവത്തിലും മറ്റ് ഗ്രന്ഥങ്ങളിലും അറിയുന്നത് കൊണ്ട് നമുക്ക് ദിസ് ഈസ് ദ ഷോർട്ടസ്റ്റ് ആൻഡ് സ്വീറ്റസ്റ്റ് എന്നുള്ളൂ. മറ്റത് തെറ്റാന്നല്ല, മറ്റതൊക്കെ വളഞ്ഞ വഴികളാണ്, എത്രയോ ജന്മങ്ങൾ എടുക്കേണ്ടി വരും. പിന്നെ അതൊന്നും കംപ്ലീറ്റ് ആത്മീയമല്ല. എഗെയിൻ ഇപ്പൊ ഈ സിദ്ധി കാര്യങ്ങൾ പറഞ്ഞില്ല, ഇതൊന്നും ആത്മീയമല്ല. വർണ്ണാശ്രമ ധർമ്മം തന്നെ ആത്മീയമല്ല, ഈ സിദ്ധികൾ ആത്മീയമല്ല. ഇതൊക്കെ ഒരു തലത്തുനിന്ന് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കുന്നു മാത്രമേ ഉള്ളൂ. അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഭഗവാൻ സ്വയം കലിയുഗത്തിൽ എന്താണ്, ഹരേർനാമ 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 ഇവ കേവലം കലോ നാസ്തിയവ ഗതിർ അന്യത എന്ന് ബൃഹത് നാരദ പുരാണത്തിൽ പറഞ്ഞതുപോലെ, കലികാലത്തിന് നമ്മളെ ആത്മീയ സാക്ഷാത്കാരത്തിന് എന്താണോ ഏറ്റവും സിമ്പിളായിട്ട് ഉതകുന്ന ഒരു പ്രോസസ്സ് എന്നുള്ളത് ചൈതന്യ മഹാപ്രഭുവാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഈ വിവരം, ഈ ഇത് എല്ലാവർക്കും അവൈലബിൾ അല്ല. അതാണ് ഇവിടെ വേദേഷു ദുർലഭ മധുർലഭമാത്മഭക്തം എന്ന് പറഞ്ഞത്. വേദങ്ങൾ ഒരുപാട് പാർട്സ് പറഞ്ഞിട്ടുണ്ട്, ഒന്നല്ല,
മൾട്ടി ഫോംസ് ആയിട്ടുള്ള മൾട്ടി പാത്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ പാത്ത്. ആരാണ് ആദ്യം എത്തുന്നത് അതും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏത് എവിടെ എത്തിക്കുന്നു? ഭഗവത്ഗീതയിൽ പറയുന്നു എന്ന ഉപാസന ചെയ്താൽ എവിടെ എത്തുന്നു? യാന്തി ദേവ വൃത ദേവൻ പൃഥർ യാന്തി പൃഥർ വ്രത ഭൂതാനി യാന്തി ഭൂതേജ്യ യാന്തി മധ്യാജീനോപമ. അപ്പോ ഭഗവത്ഗീതയിലും പറഞ്ഞിട്ടുണ്ട്, മറ്റു ഗ്രന്ഥങ്ങൾ പറഞ്ഞ നമ്മൾ ചെയ്യുന്ന ഉപാസനയുടെ അനുസരിച്ചായിരിക്കും നമ്മുടെ ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഇതൊന്നും തെറ്റല്ല, എല്ലാവരും ആത്മീയതയ്ക്ക് വേണ്ടിയിട്ട് സീക്കേഴ്സ് ആണ്. പക്ഷെ ഏതാണ് നമുക്ക് ഏറ്റവും ഷോർട്ടസ്റ്റ് റൂട്ട്? കലിയുഗത്തിൽ ഉതകുന്നത് എന്താണെന്ന് ഭാഗവതത്തിലും ഭഗവത്ഗീതയിലും വേദാന്ത സൂത്രത്തിലൊക്കെ പറഞ്ഞു തന്നിരിക്കുന്നത്. മറ്റതൊക്കെ എന്താണ്? ഇറ്റ്സ് എ വേ, യെസ്, തെറ്റല്ല. പക്ഷേ ഹൗ ലോങ്, പിന്നെ എന്താണ് ഉദ്ദേശം, ഇതിന്റെ ഡെസ്റ്റിനേഷൻ്റെതെല്ലാം അനുസരിച്ചിരിക്കും നമ്മളുടെ പ്രോസസ്സ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടാണ്? ഭാരത ഭൂമിയുടെ ഹൈല മനുഷ്യ ജന്മ യാര ജന്മ സാർത്ഥക കരി കരോപകാര എന്ന് പറഞ്ഞിരിക്കുന്നത് ചൈതന്യ മഹാപ്രഭു. ഭാരത ഭൂമിയിൽ ജനിച്ച് ഈ പ്രോസസ്സ് മനസ്സിലാക്കിയ ആൾക്കാര് വളരെ സുഹൃതി നേടിയ ആൾക്കാരാണ്. അപ്പൊ അവരെന്താ ചെയ്യുന്നത്? നമ്മളുടെ ജന്മത്തിനെ സാഫല്യമാക്കിയിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോ പ്രഭാത എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, വൈരക്കല്ല്, ജ്വൽസ്, രത്നങ്ങള് ഈ ഷോപ്പിൽ പോയി നോക്കൂ, കസ്റ്റമേഴ്സ് വളരെ കുറവുണ്ടായിരിക്കുള്ളൂ. സ്വർണ്ണക്കടയിൽ പോയി നോക്കൂ, 1000 കണക്കിന് കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കും. വൈരം വെക്കുന്ന സ്ഥലത്ത് അതും അമൂല്യമായിട്ടുള്ള രത്നങ്ങളാണ്, അത് മേടിക്കാൻ വളരെ. അതേപോലെ ഈ പ്രോസസ്സ് അല്ലെങ്കിൽ ഈ സിദ്ധാന്തം മനസ്സിലാക്കാൻ എല്ലാവർക്കും പറ്റില്ല. അത് വളരെ ഭഗവാൻ തന്നെ സെലക്ട് ചെയ്ത് തെരഞ്ഞെടുത്തുള്ള ആ ഭാഗ്യമുള്ള ആത്മാവിന് മാത്രമേ ഇതിലേക്ക് വരാൻ പറ്റൂ. അപ്പൊ അതുകൊണ്ട് നമ്മള് ഭാഗ്യമാണ്. എത്രയോ വൈവിധ്യമാർന്ന പാതകൾ ഉണ്ടെങ്കിലും കൂടിയിട്ട് നമുക്ക് അതിന്റെ സാരമായ എസൻസ് ആയിട്ടുള്ള അതിന്റെ സത്തായിട്ടുള്ള ഈ പാത കിട്ടിയെന്ന് പറയുന്നത് നമ്മളുടെ പൂർവ്വജന്മ സുഹൃതം അല്ലെങ്കിൽ മറ്റുള്ള വൈഷ്ണവന്മാരുടെ അനുകമ്പ കാരണമാണ് പറയുന്നത്. അതാണ് വ്യത്യാസം. അതാണ് വളരെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. വേദേഷു ഇതുണ്ടോ, വേദേഷു ദുർലഭം അദുർലഭം ആത്മഭക്തോ. അദുർലഭമാണ് ഭക്തന്മാർക്ക്, പക്ഷെ വേദങ്ങൾ പഠിച്ച ആൾക്കാർക്ക് അദുർലഭമാണ്. എത്ര ക്ലിയർ ആയിട്ട് ബ്രഹ്മാവ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് പാത്സ് ഉണ്ട്, ഒരുപാട് പന്ഥാവുകളുണ്ട്, പാതകളുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പൊ പ്രഭുവിന്റെ വീട്ടിൽ നിന്ന് ഗുരുവായൂർക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? 2 കിലോമീറ്റർ ഉണ്ട് അല്ലെ? പ്രഭുവിന് ഗുരുവായൂരിലേക്ക് തൃശ്ശൂർ പോയിട്ട്, എറണാകുളം പോയിട്ട്, ട്രിവാൻഡ്രം പോയിട്ട്, കൊല്ലം പോയിട്ട് അങ്ങനെ വളഞ്ഞു വരാം, അപ്പോഴും ഗുരുവായൂരെത്തും. നേരെ ഈ 2 കിലോമീറ്റർ കിടന്നിട്ടും എത്താം. എൻ്റെ വീട് കൂടി വരാം, അപ്പോൾ ഒരു 5 കിലോമീറ്റർ 8 കിലോമീറ്റർ. അപ്പൊ ഇതൊക്കെ ഓരോ വഴികളാണ്. പക്ഷെ നമ്മൾക്ക് എന്താണ് ഷോർട്ടസ്റ്റ് റൂട്ട്? ഈ ജന്മത്തിൽ തന്നെ ഭഗവാനെ പ്രാപിക്കാനുള്ള ആ ഒരു സിദ്ധാന്തം, ആ ഒരു പ്രോസസ്സ് പറഞ്ഞു തന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭുവും ഭഗവാനും തമ്മിൽ യാതൊരു അന്തരവുമില്ല. ചൈതന്യ ചരിതാമൃതം വായിക്കുമ്പോഴേ അതിനുള്ള അറിയുള്ളൂ, അതിന്റെ അമൂല്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മറ്റുള്ള സിദ്ധാന്തങ്ങളെ കുറച്ച് പറയല്ല, മറ്റുള്ള സിദ്ധാന്തങ്ങളെ നമ്മളെ എത്തിക്കാൻ സമയമെടുക്കും. നമ്മളെന്താ ഇപ്പൊ വീട്ടിൽ തീ പിടിച്ചാൽ നമുക്ക് എത്രയും പെട്ടെന്ന് പുറത്തു പോകണം, എത്രയും പെട്ടെന്ന് നിമിഷം, അല്ലെങ്കിൽ എന്താ നമ്മളതിൽ വന്ന് ഭരിക്കും. അപ്പൊ അതേപോലെ ഈ കലിയുഗം എന്ന് പറഞ്ഞാൽ അത്രയും ഘോരമായിട്ടുള്ള ഒരു സമയമാണ്. അപ്പൊ കലിയുഗത്തിൽ നിന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് മോക്ഷം കിട്ടിയിട്ട് ഭഗവത് പ്രാപ്തിയിലേക്ക് എത്താൻ പറ്റുമെങ്കിൽ അതിന് വേറെ യാതൊന്നുമില്ല. അപ്പൊ ഇവിടെ നമ്മള് എന്താ പറയാ, ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ട് ഇതാണ് ശരി, അതാണ് ശരി, അവിടെ പോണോ ഇവിടെ പോണോ എന്ന് പറഞ്ഞു നിൽക്കാനുള്ള സമയമില്ല. ഇത് നമ്മുടെ ആചാര്യന്മാരെ കാച്ചി കുറുക്കി നമുക്ക് തന്നിട്ടുണ്ട്. അത് സേവിക്കുക, ഇവിടുന്ന് സ്ഥലം വിടുക. അതാണ് നമ്മുടെ ഭഗവത്ഗീത. അപ്പോ അതാണ് ഭഗവത്ഗീതയുടെ സാരം. അത് ഭഗവത്ഗീത ഓരോ ശ്ലോകത്തിന്റെയും ഓരോ വാക്ക് എടുത്ത് പറഞ്ഞാൽ ഭഗവാൻ ഡയറക്ട്ലിയും ഇൻഡയറക്ട്ലിയും നമ്മളോട് പറഞ്ഞു തരുന്നത് എന്നെ മാത്രം ഉപാസിക്കാനാണ് പറയുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഈ കുംഭമേളയിൽ പോയിരുന്ന ആരും ഈ ഉപാസന അല്ല ചെയ്യുന്നത്, വളരെ കുറവ് ആൾക്കാരുണ്ടാവുള്ളൂ. പക്ഷെ നല്ല സ്ഥലമാണ്, ഹോളി പ്ലേസ് ആണ്, നമുക്ക് ആത്മീയമായിട്ടുള്ള നല്ലൊരു ഊർജം കിട്ടും, അതൊക്കെ ശരിയാണ്. പക്ഷേ ജന്മ മൃത്യു ജരാവ്യാധി നിന്ന് നമ്മൾ കരകടക്കണമെന്നുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ തന്നെ
ചൈതന്യ മഹാപ്രഭുവിന്റെ സിദ്ധാന്തം. അതൊഴിച്ചൊന്നുമില്ല. പിന്നെ നമുക്ക് അതിലേക്ക് വരും. എത്രയോ ജന്മം എടുത്തു കഴിഞ്ഞാൽ അവസാനം അവിടേക്കാണ്. പിന്നെ നമ്മൾ വീണ്ടും സത്യയുഗത്തിൽ ജനിച്ചാൽ അപ്പൊ നമ്മൾ നല്ല ആൾക്കാരെ വിടും. സത്യയുഗം കഴിഞ്ഞാൽ വീണ്ടും അത് ഡിറ്റീരിയറായിട്ടായി ക്ഷീണിച്ചു വന്നു. പിന്നെ ത്രേതായുഗം. അപ്പൊ ഈ ചക്രത്തിൽ കൂടെ വീണ്ടും വീണ്ടും കടന്നു. വർണ്ണാശ്രമധർമ്മം, ഈ വർണ്ണാശ്രമധർമ്മം എപ്പോഴാണ് തുടങ്ങിയത്? എപ്പോഴാണ് വർണ്ണാശ്രമധർമ്മം തുടങ്ങിയത് അറിയോ? ഇത് നമ്മള് ഇതില് പറയണ്ട് 4 മോക്ഷങ്ങളെ പറ്റി പറയണ്ട്, ചതുർവർണ്ണങ്ങളെ പറ്റി പറയണ്ട്, ഗൃഹസ്ഥാശ്രമം, ഇതൊക്കെ പണ്ടേ ഉണ്ടെന്നാണ് വേദങ്ങളിൽ അല്ല, ഇത് എഴുതിച്ചിട്ടുണ്ടാകുന്നത്. എപ്പോ തുടങ്ങിയത്? ഇതൊന്നും തുടങ്ങുന്നില്ല, ഇത് വേദങ്ങൾ തുടങ്ങി അന്ന് തൊട്ട് തുടങ്ങിയതാണ്. ഋഗ്വേദത്തിൽ എഴുതിച്ചിട്ടുണ്ടായിരുന്നു. സത്യയുഗത്തിൽ ഇല്ലേ വർണ്ണാശ്രമധർമ്മം? അല്ല, ഋഗ്വേദത്തില് എന്നൊട്ട് വേദങ്ങൾ തുടങ്ങി. വേദങ്ങൾ 5000 വർഷം മുമ്പാണ് നമുക്ക് എഴുതുന്നത്. സത്യയുഗം എത്രയാണ്? അത് വ്യാസ ഭഗവാൻ എഴുതല്ല, അത് അതിന് മുന്നേ ശ്രുതികൾ എന്നിട്ട് നമ്മളുണ്ടല്ലോ കേൾവി മുതല്. അതന്നെ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ വർണ്ണാശ്രമ ധർമ്മം സത്യയുഗത്തിൽ അന്ന് എല്ലാവരും ഒറ്റ ഗ്രൂപ്പ്. ഹംസ, എന്താണ് ഹംസ എന്ന് പറഞ്ഞാൽ? ഡിവോട്ടീസ്, പ്യൂർ ഡിവോട്ടീസ് ആയിരുന്നു. അന്ന് 4 കൽമശങ്ങളും ഇല്ല. സത്യം, തപസ്, ശൗചം, ദയ, ഈ 4 പ്രിൻസിപ്പിൾസ് അന്നുണ്ടായിരുന്നു. മീറ്റ് ഈറ്റിംഗ്, ഗാംബ്ലിംഗ്, ഇലിസിറ്റ് സെക്സ് ആൻഡ് ഇൻടോക്സിക്കേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വർണ്ണങ്ങളില്ല അന്ന്. ത്രേതായുഗം മുതൽക്കാണ് അത് തുടങ്ങിയത്. അപ്പൊ അതൊരു സംഗതിയുണ്ട്. പക്ഷെ അന്ന് ഇവരൊന്നുമില്ല, ഇവരെല്ലാവരും ഡിവോട്ടീസ് ആയിരുന്നു. സത്യയുഗത്തിന് ശേഷം അതൊക്കെ ഇനി വീണ്ടും ഡിറ്റീരിയേഷൻ ചെയ്യും. ഇപ്പൊ നമ്മൾ ആദ്യത്തെ 10,000 വർഷത്തിന്റെ ഉള്ളിലാണ്. 5000 വർഷം കഴിഞ്ഞിട്ടുള്ളൂ ദ്വാപരയുഗം കഴിഞ്ഞിട്ട്. അപ്പൊ ആദ്യത്തെ 5000 വർഷം, ഈ 10,000 വർഷം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗോൾഡൻ പീരിയഡ്, സുവർണ അവസരമാണ്. ഈ സുവർണ അവസരത്തിൽ നമ്മൾ ശരിക്കുള്ള പ്രോസസ് ചെയ്തിട്ട് ഇവിടുന്ന് കരകയറാൻ പറ്റുമെങ്കിൽ അതിൽ ഒരു നത്തിങ് ലൈക്ക് ഇറ്റ്. അല്ലാണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്തോറും നമ്മൾ ആഴത്തിലേക്ക് പോവാണ്, മുകളിലേക്ക് വരാൻ ബുദ്ധിമുട്ടാവും. അത് എന്താ പറയുക, ഭാഗവത്തില് സുഖദേവ് ഗോസ്വാമി അതന്നെ പറയുന്നത്, ചൈതന്യ ചരിതാമൃതത്തില് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി അതന്നെ പറയുന്നത്, എല്ലാ ആചാര്യന്മാരും, രാമാനുജാചാര്യരും മാധവാചാര്യരും എല്ലാം അതന്നെ പറയുന്നത്, ഈവൻ ശങ്കരാചാര്യരും അതന്നെ പറയുന്നത്. അപ്പോൾ ഒരുപാട് വഴികളുണ്ട്. അപ്പൊ നമ്മൾക്ക് എന്താണ് ഏറ്റവും ഷോർട്ടസ്റ്റ് റൂട്ട് ആണ് നമുക്ക് എടുക്കേണ്ടത്. കാരണം വെച്ചാൽ നമ്മുടെ ലൈഫ് സ്പാൻ വളരെ കുറവാണ്. ആ ലൈഫ് സ്പാൻ കൊണ്ട് നമുക്ക് ഘോരമായിട്ടുള്ള തപസ്സുകളും ഘോരമായിട്ടുള്ള മറ്റ് പ്രോസസ്സുകളും നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? ചഞ്ചലം ഹി മനഃ കൃഷ്ണ പ്രമാത്തി ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായു ഇവാസു ദുഷ്കരം. അർജുനന് പറ്റാത്തതുകൊണ്ട് നമുക്ക് ഈ കലികാലത്ത് പറ്റുക. നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആണ്. വളരെ കുറച്ച് പേര് ഉണ്ടായിരിക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ സാധാരണ ഇങ്ങനത്തെ ഒരു പിൽഗ്രിമേജിനോ ഇങ്ങനത്തെ ഒരു ഫെസ്റ്റിവിറ്റീസിനോ ഒക്കെ പോകുന്നത് നമ്മൾ റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റീചാർജ് ചെയ്തിട്ട് നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യണം. അല്ലാണ്ട് അവിടെ ചെന്ന് നമ്മളുടെ ഈ കൽമശം കൊണ്ടും നമ്മളുടെ അട്രാക്ഷൻസും അറ്റാച്ച്മെന്റും കൊണ്ടും നമുക്ക് അവിടെ ചെന്നിട്ട് ആ ഉപാസന ചെയ്യാൻ പറ്റൂല, നമുക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടൂല. പക്ഷെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ആ ചാർജ് ഊർജം കൊണ്ട്, കാരണം വെച്ചാൽ ഹോളി പ്ലേസസ് ആണ്. ഹോളി ഡിപ്പ് എടുക്കുക, ഹോളി മെൻ, സാധുക്കളെ കാണുക, അവരുടെ ആശീർവാദം മേടിക്കുക. അവരുടെ ആശീർവാദം കൊണ്ട് നമുക്ക് സിംപ്ലസ്റ്റ് പാത്ത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ജന്മത്തിൽ തന്നെ സാക്ഷാത്കാരം പറ്റും. അല്ല, നമ്മൾ അവരെ പോലെ അനുകരിക്കാൻ ഒരിക്കലും പറ്റില്ല. അവരൊക്കെ ലിമിറ്റഡ് ആൾക്കാരാണ്. വളരെ സമൂഹത്തില് കോടാനുകോടി ജനങ്ങളിലെ വളരെ 0.0001% ആൾക്കാരെ അങ്ങനെയുള്ളൂ. അവരെ അനുകരിക്കാൻ പറ്റില്ല. പക്ഷെ നിർദ്ദേശം നമുക്ക് ഭഗവത്ഗീതയിലും ഭാഗവതത്തിലും തന്നത് നമ്മൾ അത് സ്വീകരിച്ച് അത് പ്രകാരം നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ജന്മത്തിൽ തന്നെ, അതായത് കലികാലത്തിന്റെ തുടക്കമാണിപ്പോ. കലികാലം ഇനി 427,000 ഇയേഴ്സ് സ്റ്റിൽ ബാക്കിയാണ്. 10,000 വർഷം കഴിഞ്ഞാൽ മനുഷ്യന്റെ സ്ഥിതി എന്താവുമെന്ന് ഒന്നും കാണാൻ പറ്റില്ല, ഒന്നും അറിയാൻ പറ്റില്ല. അപ്പൊ ഇത് വന്നും പോയും കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് കിട്ടിയ സുവർണ അവസരമാണിപ്പോൾ. അത് നമ്മുടെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ അത്രയും ഭാഗ്യം ഉള്ളത് കൊണ്ടാണ് ഈ ഒരു സമ്പ്രദായത്തിന്റെ സിദ്ധാന്തത്തിൽ നമ്മൾ പിടിച്ചേക്കുന്നത്. അല്ലെങ്കിൽ നിവൃത്തിയില്ല, ഒരു രക്ഷയില്ല. ഓക്കെ, സമയം 12:10 കൃഷ്ണ പ്രഭു. അപ്പൊ നമ്മളിന്ന് ഒന്നല്ലേ എടുത്തുള്ളൂ.
ഉം. ടെക്സ്റ്റ് 5 ടെക്സ്റ്റ് 6 ആണ് അടുത്തത്. അപ്പൊ ഒന്ന് മാർക്ക് ചെയ്യട്ടെ. ഹരേ കൃഷ്ണ. വാഞ്ച കൽപ്പതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनंत कोटि वैष्णव की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, जय गो प्रेमानंदे हरि हरि बोल।